നമ്മുടെ ബാബ ഉസ്താദിന്റെ 2 കിതാബുകൾ കണ്ടുവന്നത്. ബാബ ഉസ്താദ് ശിഷ്യന്റെ കിതാബാണ്, ബാബ ഉസ്താദ് കിതാബ്. അള്ളാഹു അവിടുത്തെ ആഫിയത്ത് നൽകുമാറാവട്ടെ. ഒരുപാട് കിതാബുകൾ എഴുതാൻ ഭാഗ്യം കിട്ടിയ കേരളത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള നമ്മുടെ നാട്ടിൽ ഓതിപ്പടിച്ച ഉസ്താദാണ് ബാബ ഉസ്താദ്. അള്ളാഹു നല്ല ആഫിയത്ത് നൽകുമാറാവട്ടെ. ഒരുപാട് കാലം അവിടുത്തെ ഇൽമ് പ്രചരിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, ഉഅ്തിയതു ഉമ്മത്തി ഖംസു ഖിസാലി ഫി റമളാന ലം ഉഅ്തഹുന്ന ഉമ്മത്തുൻ മിനൽ ഉമ്മമി ഖബ്ലഹാ. മുൻഗാമികൾക്കൊന്നും നൽകപ്പെടാത്ത 5 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിന് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഹദീസ്. എല്ലാം സ്ഥിരമായി കേൾക്കുന്ന ഒന്ന്, ഖലൂഫു ഫമിശ്വാഇബി അത്യബു ഇൻദല്ലാഹി മിൻ റിയഹിൽ മിസ്ക്. നോമ്പുകാരന്റെ വായയുടെ നാറ്റം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ വലിയ സുഗന്ധമുള്ളതാണ്. ഖലൂഫ് വായുടെ ദുർഗന്ധം. അവന്റെ വയറ്റിൽ ഭക്ഷണം ഇല്ലാതാവുമ്പോൾ, സമയത്തിന് ഭക്ഷണം കിട്ടാതെ വരുന്നൊരു വാസനയാണ്. ആ വാസന ജനങ്ങളൊക്കെ വെറുക്കും. ജനങ്ങൾക്കൊക്കെ വളരെ വെറുപ്പടിക്കുക വാസന. ഇപ്പൊ നിസ്കരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വപ്പായി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ആവിട്ടാൽ അപ്പുറത്തുള്ളവരുടെ ഇത് നമുക്ക് അനുഭവിക്കും. അതൊരു മനുഷ്യരെ സംബന്ധിച്ച് വെറുപ്പുള്ളതാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള, വലിയ സുഗന്ധമുള്ള വാസനയായിട്ടാണ് അത് അംഗീകരിക്കപ്പെടുന്നത്. ആ വാസന വന്നത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് എന്ന ഒറ്റക്കാരൻ കൊണ്ട് വന്നതാണ് എന്നാണ് അതിന്റെ വിശദീകരണം പറയുന്നത്. അള്ളാഹു വഴിപ്പെട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ സംഗതിയും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അതാണ് ഒന്നാമത്തേത് പറഞ്ഞത്. രണ്ടാമത്തേത്, മലക്കുകൾ അവർക്ക് പൊറുക്കൽ തേടിക്കൊണ്ടേയിരിക്കും. മലക്കുകൾ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി പടച്ചറപ്പിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്നൽ മലായിക്കത്ത തസ്തഗ്ഫിറു ലഹും, മലക്കുകൾ അവർക്ക് പൊറുക്കൽ തേടിക്കൊണ്ടേയിരിക്കും. മലക്കുകൾ നമുക്ക് അറിയാം, അവർ അള്ളാഹു ഇബാദത്ത് ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്, അള്ളാഹു തെറ്റിയുന്നവരല്ല. അള്ളാഹു പറഞ്ഞാലും ജീവിതത്തിൽ പകർത്തി അതേ നിലക്ക് ജീവിക്കുന്നവരാണ് മലക്കുകൾ. അവരാണ് നമുക്ക് വേണ്ടി പൊറുക്കൽ തേടുന്നത്. അങ്ങനെ അള്ളാഹു സ്വീകരിക്കാൻ ഏറ്റവും ഇജാബത്തിൽ ഉത്തരം കിട്ടുന്ന സംഭവമാണല്ലോ. മലക്കുകളുടെ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഇതാണ് രണ്ടാമത്തെ സംഭവം ആ ഹദീസിൽ പറയുന്നത്. മൂന്നാമത്തത്, എല്ലാ ദിവസവും സ്വർഗ്ഗത്തെ അലങ്കരിച്ചുകൊണ്ടിരിക്കും. റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ അലങ്കരിക്കണേ. അതിന്റെ പുറമെ റമദാനിലെ എല്ലാ ദിവസവും അത് പ്രത്യേകം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതും മുൻഗാമികൾക്ക് കിട്ടാത്ത ഒരു പ്രത്യേക നിഅമത്ത് അല്ലാഹു തആല നമുക്ക് നൽകിയതാണ്. യൂഷിക്കു ഇബാദി അസ്വാലിഹൂൻ, സ്വാലിഹീങ്ങളായ അടിമകൾ അവരടുക്കും. അവർക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ചതിന്റെ പേരിൽ നാളെ പരലോകത്ത് അലങ്കരിക്കപ്പെട്ട സ്വർഗത്തിൽ അവർക്ക് കയറാൻ കഴിയും. മറ്റൊരു ഗുണം പറഞ്ഞത്, മൂട്ട് കാണിക്കുന്ന പിശാചുക്കളെ ചങ്ങലകൾ, ജനങ്ങളെ ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന പിശാചുക്കളെ ചങ്ങലക്കിട്ടുകൊണ്ട് ബന്ധിക്കും. അവർക്ക് ഈമാനുള്ള ആളുകളെ വഴിവേൽപ്പിക്കാൻ കഴിയില്ല. ഈമാൻ എന്നുള്ള സംഗതി അതൊരു വല്ലാത്ത സംഗതിയാണ്. അല്ലാഹു തആല നമ്മുടെ ഈമാനൊക്കെ ശക്തി കൂട്ടി തരുമാറാവട്ടെ. നല്ല ഉറപ്പുള്ള ഈമാനായി എന്തെങ്കിലും നിസ്സാര വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ ഇത്ര കാലമായി അത് ചെയ്തിട്ട്, അത് ചെയ്തിട്ട്, ഇത് ചെയ്തിട്ട്, ഇതൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് എനിക്കിങ്ങനായല്ലോ എന്ന ചിന്ത ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നാവുകൊണ്ട് തീരെ പറയാൻ പാടില്ല. ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലക്കുള്ള ഈമാൻ, ആ ഈമാൻ അള്ളാഹുവിന്റെ
റസൂൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, ഈമാനുള്ള ആളുകളെ ഇത്തരം പിശാചുകൾക്ക് വഴികേടിലാക്കാൻ കഴിയുകയില്ല. അവസാനമായി പറയുന്നു, അവർക്ക് പ്രതിഫലം ഉടനെ കൊടുക്കും. അവസാന ദിവസം, റമദാന്റെ അവസാന ദിവസം പ്രതിഫലം ഒന്നായി കൊടുക്കുന്ന. അപ്പൊ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യ ലൈലത്തുൽ ഖദ്ർ, അത് ലൈലത്തുൽ ഖദ്റിന്റെ അന്നത്തെ പ്രത്യേകതയാണോ? അല്ല, ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത വേറെ തന്നെ കിട്ടും. ലാകിൻ വലാകിന്നൽ ആമില ഇന്നമാ യുവഫസ് അജ്റുഹു ഇദാ ഖദാ അമലു. ഒരു തൊഴിലാളി ജോലി ചെയ്താൽ ആ ജോലി കഴിഞ്ഞാൽ തന്നെ അവന് അതിന്റെ പ്രതിഫലം നൽകുമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. എന്നതുപോലെ ഇവരോട് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്തതിന്റെ പ്രതിഫലം റമദാന്റെ അവസാനത്തിൽ പൂർണ്ണമായി കൊടുക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. ചുരുക്കത്തിൽ പറഞ്ഞാൽ തീരാത്ത, കിതാബിൽ കാണുന്ന അങ്ങനെ നാവ് കൊണ്ട് പറഞ്ഞാൽ തീരാത്ത, കലം കൊണ്ട് എഴുതിയാൽ തീരാത്ത അത്രയും മഹത്വങ്ങൾ പരിശുദ്ധ റമദാനിലുണ്ട്. ആ മഹത്വങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്കും നമ്മുടെ ഭാര്യമാർ, മക്കൾ, നമ്മുടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സംഗതി, ആർക്കാണ് നോമ്പ് നിർബന്ധമുള്ളത്? ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധമുള്ളത്? അൽ മുസ്ലിമുൽ ബാലിഗുൽ ആഖിലുൽ അൽ ഖാദിറു സാലിമു മിനൽ മവാലി എന്നാണ് കിതാബിൽ കാണുന്നത്. മുസ്ലിമായ ആൾ. അപ്പൊ അമുസ്ലിമിന് നോമ്പ് നിർബന്ധമില്ല. ബാലിഗാവണം, പ്രായപൂർത്തിയാവണം. പ്രായപൂർത്തി ഇല്ലാത്തവർക്ക് നോമ്പ് നിർബന്ധമില്ല. ആഖിലാവണം, ബുദ്ധിയുള്ളവർക്ക് നോമ്പ് നിർബന്ധമാണ്. ബുദ്ധി ഇല്ലാത്തവർക്ക് നോമ്പ് നിർബന്ധമില്ല. അൽ ഖാദിറു, നോമ്പ് നോൽക്കാൻ കഴിവുള്ളവനാവണം. അസ്സാലിമു മിനൽ മവാനിഇ, നോമ്പിനെ നോൽക്കുന്നതിനെ തടയുന്ന കാരണങ്ങൾ രക്ഷപ്പെട്ടവനാവണം. ആർത്തവം പോലെയുള്ള വിഷയം രക്ഷപ്പെട്ട ആളാവണം. അതുപോലെ നോമ്പ് നോൽക്കാൻ ശാരീരികമായി കഴിവുള്ള ആളാവണം, ബുദ്ധി ഉണ്ടാവണം, പ്രായപൂർത്തി വേണം, മുസ്ലിം ആവണം. ഇങ്ങനത്തെ ആളുകൾക്കാണ് നോമ്പ് നിർബന്ധമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇദാ റഅയ്തുമുൽ ഹിലാല ഫസൂമു, മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കണം. അപ്പൊ ഈ നോമ്പ് നിർബന്ധമുള്ളത് ആർക്കാണ്? ഈ പറഞ്ഞ വിശേഷണങ്ങൾ ഒത്ത ആളുകൾക്കാണ് നോമ്പ് നിർബന്ധമുള്ളത്. രണ്ടാമത്തെ വിഭാഗം നേരത്തെ പറഞ്ഞതിൽപ്പെട്ട ബാലികന്റെ നേരെ എതിർ സ്വബി, ഫലാ യജിബു അലൈഹി സിയാം, കുട്ടികൾക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല, നിസ്കരിക്കൽ നിർബന്ധമില്ല, ഒരു ഇബാദത്തും അവർക്ക് നിർബന്ധമില്ല. എന്നാൽ പിന്നെ അവരോട് എന്ത് ചെയ്യണം? അവരോട് നോമ്പ് നോൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം, നിസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം. ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ അവരോട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം, ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ അവർ ചെയ്ത് ശീലിച്ചാൽ ആ ശീലിച്ച കാര്യം പിന്നെ അവർ മറക്കുകയില്ല. 7 വയസ്സ് മുതൽ 10 വയസ്സ് 15 വയസ്സ് വരെ ഏകദേശം 8 കൊല്ലക്കാലം പരിശീലനം കൊടുക്കുകയാണ്. 8 കൊല്ലക്കാലം. ആ 8 കൊല്ലക്കാലത്തെ പരിശീലനം കിട്ടിയ ഒരു കുട്ടി, ഒരു മനുഷ്യൻ ഒരിക്കലും അവൻ ജീവിതത്തിൽ അത് മാറ്റുകയില്ല, അത് ചെയ്യാതിരിക്കുകയില്ല. 8 കൊല്ലം 7 കൊല്ലം തുടങ്ങി 3 കൊല്ലക്കാലം അതിനെ നിരീക്ഷിക്കുകയാണ്, ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. നോമ്പ് 30 ദിവസം നോൽക്കാൻ വേണ്ടി പറയണം. എല്ലാ ദിവസവും ഇന്ന് നാളെ നോൽക്കണില്ലേ, അത്താഴത്തിന് വിളിക്കണ്ടേ, നോമ്പ് നോൽക്കൂ എന്ന് പറഞ്ഞാൽ അവർ നോമ്പ് എഴുന്നേൽപ്പിച്ച് ഭക്ഷണം കൊടുത്ത് നെയ്യത്ത് വെച്ചു കൊടുത്ത് അവരോട് നോൽക്കാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ നോൽക്കാൻ തയ്യാറാവണം. നേരം കൊടുത്ത് ഒരു 10 മണിയായപ്പോൾ നോൽക്കാൻ കഴിയില്ലേ, എന്നാൽ നോമ്പ് മുറിക്കാണ്ട സൗകര്യം ചെയ്ത് കൊടുക്കുമാണ്. ഒരു കഴിയാത്തതുകൊണ്ടാണ്. അങ്ങനെ ഓരോ ദിവസവും 30 ദിവസവും, ഒരു റമദാനിലെ 30 ദിവസവും അത് കൽപ്പിക്കൽ 10 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. 10 മുതൽ പിന്നീടുള്ള 5 കൊല്ലക്കാലം എന്ത് ചെയ്യണം? അവര് നോമ്പ് നോൽക്കാൻ വേണ്ടി പറയണം. നോറ്റിട്ടില്ലെങ്കിൽ അതിനോ യോജിച്ച ശിക്ഷ അവർക്ക് കൊടുക്കണം. നിസ്കാരവും അങ്ങനെ തന്നെ, കളവ് പറയലും സത്യം പറയലും അങ്ങനെ തന്നെ. ഇങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിതത്തിൽ പുലർത്തേണ്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയുണ്ട്, ആ കാര്യങ്ങൾ 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെ നിരന്തര പരിശീലനത്തിലൂടെ അവർ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കണം. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കലെന്തില്ല, നിർബന്ധമില്ല, അവൻ നോമ്പ് നോൽക്കേണ്ടതില്ല. പിന്നീട് മറ്റൊരു ആളുടെ ഭ്രാന്തനാണ്, 3ാമത്തെ വിഭാഗം ഭ്രാന്തൻ, അവർക്കും നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല. അതെന്താണ്? അവരെ സംബന്ധിച്ചുള്ള ബുദ്ധിയില്ലാത്ത ആളുകളോട് നോമ്പ് നോൽക്കാൻ കൽപ്പനയില്ല. ആ കൽപ്പനയില്ലാത്തതുകൊണ്ട് അവർ നോമ്പ് നോൽക്കേണ്ടതില്ല. 4ാമത്തെ വിഭാഗം ബോധം കെട്ട ആളുകൾ. ബോധം കെട്ട ആളുകൾ
നോമ്പ് പകൽ മുഴുക്കെ സുബഹി മുതൽക്ക് നോമ്പ് നിർബന്ധമാവുന്ന സമയം മുതൽക്ക് അസ്തമാനം സമയം വരെ ബോധം കെട്ടുകിടക്കുന്ന ആള് അവൻ നോമ്പെന്തില്ല സ്വഹീഹാകുലപ്പോ നോമ്പ് നോൽക്കാൻ നിർബന്ധമില്ല. അവന് ഖളാ വിട്ടൽ നിർബന്ധമാകും. പകലിൽ ഫുള്ള് അവർ ബോധം കെട്ടവരാണെങ്കിലാണ് ഈ പറഞ്ഞത്. അതേ സമയത്ത് ഒരല്പസമയം അവന് ബോധം കെട്ടു, ആ സമയത്ത് അവന് നോമ്പ് നിർബന്ധമില്ലെങ്കിലും നോമ്പുകാരനെ പോലെ തന്നെ അവൻ നിൽക്കണം, വൈകുന്നേരം വരെ നിൽക്കണം. എന്നിട്ട് അവൻ ആ നോമ്പിനെ ഖളാ വിട്ടണം. ഇതാണ് 4ാമത്തെ വിഭാഗം. 5ാമത്തെ വിഭാഗം രോഗിയാണ്. അൽ മരീദുല്ലദീ സാല അഖ്ലുഹു, ബുദ്ധി നീങ്ങിപ്പോകാൻ പറ്റുന്ന നിലക്കുള്ള രോഗം. അവന്റെ വകതിരിവില്ല, എന്താണ് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത നിലക്കുള്ള രോഗമുള്ള ആൾ. ആ രോഗമുള്ള ആളുകൾക്കും നോമ്പ് നിർബന്ധമില്ല. അവർക്കും നോമ്പിൽ നിന്ന് നോമ്പ് നോൽക്കാൻ നിർബന്ധമില്ല. 6ാമത്തത് നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആൾ. നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആൾ ലാ യുജ്ജാ സവാലു, അവന്റെ കഴിവില്ലായ്മ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത നിലക്കുള്ള അവസ്ഥയാണ്. ഏതുപോലെ വാർദ്ധക്യം പോലെ. വാർദ്ധക്യം കുറച്ച് കഴിഞ്ഞാൽ അത് മാറുന്ന പ്രതീക്ഷയില്ല, പിന്നെ വാർദ്ധക്യം കൂടുതലുണ്ട്. അപ്പൊ വാർദ്ധക്യം കൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആൾ നോമ്പ് നോൽക്കേണ്ടതില്ല. അതുപോലെ തന്നെ വൽ മരീദു മർദൻ ലാ യുർജാ ബുർഉഹു, സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗി, ആ നിലക്ക് രോഗമായി കിടക്കാൻ, അവന് മാസങ്ങളായ കിടപ്പിലാണ്, ആ നിലക്കാണ് റമദാൻ വന്നത്. എന്നാൽ അവർ എന്ത് ചെയ്യേണ്ടതില്ല, നോമ്പ് നോൽക്കേണ്ടതില്ല. അവർ നോമ്പ് നോൽക്കാൻ നിർബന്ധമില്ല, കാരണം അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയൂല. പിന്നെ അവർ എന്ത് ചെയ്യണം, അവരെന്ത് ചെയ്യണം, മുദ്ദു കൊടുക്കണം. അത് ഇൻഷാല്ലാ നമുക്ക് പിന്നീട് പറയാം. പിന്നീട് മറ്റൊരാള് മുസാഫിർ, യാത്രക്കാരൻ. യാത്രക്കാരനും നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല. യാത്രക്കാരനാവണമെങ്കിൽ അതിന്റെ ഷർട്ട് വെക്കണം, ആ നിലക്കൂടെ യാത്രയാവണം, അത്ര കിലോമീറ്ററുള്ള യാത്രയാവണം. അങ്ങനത്തെ യാത്രക്കാരനാണെങ്കിൽ അവന് നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല. യാത്രയിൽ ആ നോമ്പിനെ ഉപേക്ഷിക്കാൻ അവന് അനുവദനീയമാകും. അവനും ഖളാ വിട്ടൽ എന്ത് ചെയ്യും, നിർബന്ധമാകും. 8ാമത്തെ വിഭാഗം അൽ മരീദുല്ലദീ യുർജാ ബുർഉ മർദിഹി, രോഗം സുഖപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള രോഗി. അവർ 3 അവസ്ഥകളിലാണ്. 3 അവസ്ഥകൾ. രോഗം സുഖപ്പെടും, നേരത്തെ പറഞ്ഞ മാതിരി മാസങ്ങളായി സ്വപ്ന ഇങ്ങനെ കിടക്കുന്ന ആ രോഗിയല്ല, ഇവന് സുഖപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള രോഗിയാണ്. അങ്ങനത്തെ ആളുകൾക്ക് 3 അവസ്ഥയുണ്ട്. അതിൽ 1ാമത്തത് അല്ലാ യശുക്ക അലൈഹി സൗമു വലാ യദുറുഹു, നോമ്പ് അവന്റെ മേലിൽ ബുദ്ധിമുട്ടാക്കാതിരിക്കുക. നോമ്പ് നോറ്റാൽ അവൻ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കും, എന്നാൽ അവന് നോമ്പ് നോൽക്കേണ്ടതില്ല. അവർ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. പിന്നീട് അവന്റെ നോമ്പ് മുറിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള രോഗിയാണെങ്കിൽ അവർ നോമ്പ് നോൽക്കണം. നോമ്പ് നോക്കിയിട്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തിയാൽ അവർ നോമ്പ് മുറിക്കാം. എന്നിട്ട് പിന്നീട് ചെയ്യേണ്ടതും ആ നോമ്പിനെ ഖളാ കിട്ടാൻ കഴിയുന്ന സമയത്ത് ഖളാ കിട്ടണം. ഖളാ കിട്ടാൻ കഴിയില്ലെങ്കിൽ വർഷം കഴിയുമ്പോൾ അതിനനുസരിച്ച് മുത്തവൻ കൊടുക്കേണ്ടി വരും. ഇതാണ് ഒരു അവസ്ഥ, അവരുടെ അവസ്ഥ. 2ാമത്തെ അവസ്ഥ സൗമു, നോമ്പ് അവന് ബുദ്ധിമുട്ടാവും, പക്ഷേ ഫലാ യദുറുഹു, അവന് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, മൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, രോഗിയാണെങ്കിൽ മറ്റു ദിവസങ്ങൾ നോമ്പ് നോറ്റാൽ മതി എന്ന് പറഞ്ഞു ഖുർആൻ നോമ്പ് കൊടുത്തിയ നിലക്ക് അവൻ ആ നോമ്പിൽ എന്ത് ചെയ്യാം, പിന്നെ സൗമു വലാ യദുറുഹു യുഫ്തിർ, അവൻ നോമ്പ് മുറിച്ച് പിന്നീട് ആ നോമ്പ് ഖളാ കിട്ടാവുന്നതാണ്. ഇതാണ് 2ാമത്തെ അവസ്ഥയുള്ളത്. 3ാമത്തെ അവസ്ഥ അൻ യദുറഹു സൗമു, നോമ്പ് നോൽക്കൽ അവന് ബുദ്ധിമുട്ടാകും. ഫയജിബു അലൈഹി ഫിത്റു, അവന് നോമ്പ് മുറിക്കൽ നിർബന്ധമാവും. വലാ യജൂസു ലഹു സൗമു, അവന് പിന്നീട് അവന് നോമ്പ് നോൽക്കൽ അനുവദനീയമാവില്ല. അതെങ്ങനെ? അവലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, അവന്റെ ശരീരത്തെ നാശത്തിലേക്ക് ഈ നോമ്പ് നോറ്റാൽ അവന് ശാരീരികമായി അവയവത്തിനോ അല്ലെങ്കിൽ അവന്റെ ശരീരത്തിനോ എന്തെങ്കിലും കേടുപാട് പറ്റും എന്ന നിലക്കുള്ള ഒരു രോഗമാണ് അവനുള്ളത്. എന്നാൽ അവർ എന്ത് ചെയ്യേണ്ടതില്ല, നോമ്പ് നോൽക്കേണ്ടതില്ല. ഈ നിലക്ക് 3 അവസ്ഥകളാണ് രോഗികളായ ആളുകൾക്ക് ഉള്ളത്. ഇനി 9ാമത്തെ വിഭാഗം, അത് ആർത്തവമുള്ളവരും അതുപോലെ പ്രസവിച്ച സ്ത്രീകളും. വലാ യജിബു അലൈഹിമ സൗമു, അവർക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല. വലാ യസ്ഹു മിൻഹുമാ,
അവരിൽ നോമ്പ് സ്വഹീഹാവുകയുമില്ല. പക്ഷേ അവർ നോമ്പ് നോക്കൽ ഹറാമാണ്, അവർക്ക് പിന്നീട് ഖളാ വീട്ടൽ നിർബന്ധമാകും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണിത്. കഴിഞ്ഞ റമദാനിൽ അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടു പോയതുണ്ടെങ്കിൽ കാരണം കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. ആ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടാൽ എന്തു വേണം? അടുത്ത റമദാനിന് മുമ്പ് ഖളാ വീട്ടണം. ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് ഖളാ വീട്ടും വേണം, അതിന് മുത്തു കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ രോഗമാണെങ്കിൽ അങ്ങനെ തന്നെ. ഇപ്പോ പല സ്ഥലങ്ങളിലും നമ്മൾ മയ്യത്ത് മുന്നിൽ വെച്ചാൽ വളരെ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ അക്കടപാടുകൾ ഉണ്ടെങ്കിലും ഒക്കെ കിട്ടാൻ വേണ്ടി പറയും, പലതും പറഞ്ഞതിലേക്ക് പൊരുത്തപ്പെടാൻ വേണ്ടി പറയും. ഇതൊക്കെ പറയുമെങ്കിലും ഇപ്പറയും ഞാനടക്കം മറന്നുപോകുന്നൊരു സംഗതിയാണ്. ഈ ആള് രോഗമായി 2 or 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ ആ റമദാനിൽ നോമ്പ് നോറ്റല്ലേ എന്നതിനെ കുറിച്ച് പഠിക്കുകയും നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ അതിനുള്ള മുത്തു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ശ്രദ്ധയിൽ തന്നെ അത് പെടാത്ത സംഗതിയാണ്, പറയലില്ല. അതേസമയം ചിലപ്പോ അതിനെപ്പറ്റി അറിയുന്നവർ വീട്ടാറുണ്ടാകാം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഇതിന്റെ പേരിൽ ഖബറിൽ വെച്ച് പിതാവ് ശിക്ഷിക്കപ്പെടുന്നു, മാതാവ് ശിക്ഷിക്കപ്പെടുന്നു. ഈ കിട്ടിയ മുതല് ഓഹരി വെച്ച് മക്കൾ ഇവിടെ അതുകൊണ്ട് ദൂർത്തടിക്കുകയും അവര് ആവശ്യം പോലെ അല്ലെ അനാവശ്യമായും ആവശ്യത്തിനും അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്ന് ശ്രദ്ധിച്ച് അവർക്ക് കൊടുക്കേണ്ട മുത്ത് കൊടുത്ത ശേഷമാണ് സ്വത്ത് ഓഹരി വെക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല ആ നിലക്കൊക്കെ കൈകാര്യം ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആർത്തവമുള്ള സ്ത്രീ, അതുപോലെ പ്രസവ സംബന്ധമായി പ്രസവിച്ച സ്ത്രീ, അങ്ങനെയുള്ള ആളുകൾക്കും നോമ്പ് നിർബന്ധമില്ല. ഇതാണ് 9ാമത്തെ വിഭാഗം. ഇനി 10ാമത്തെ വിഭാഗം ആരാണ്? അൽ മർഅത്തു ഇൻ കാനത്ത് മുർദിയൻ ഔ ഹാമിലൻ. പലപ്പോഴും സംശയം ചോദിക്കുന്ന ഒരു മസലയാണത്. ഒരു പെണ്ണ് അവൾ മുല കൊടുക്കുന്ന പെണ്ണാണ്, അല്ലെങ്കിൽ അവൾ ഗർഭിണിയാണ്. അവളുടെ ശരീരത്തിൽ വല്ലതും സംഭവിക്കും എന്ന് പേടിച്ചോൾ. നോമ്പ് മാറ്റാൽ കുട്ടിക്ക് വല്ലതും സംഭവിക്കും എന്നോ അല്ലെങ്കിൽ എന്റെ ശരീരത്തിന് വല്ലതും സംഭവിക്കുമെന്നോ പേടിച്ചുകൊണ്ടാണ് അവൾ നോമ്പ് മുറിക്കുന്നത്. അവൾക്ക് നോമ്പ് മുറിക്കാൻ ജായിസാണ്. എന്റെ കുട്ടിക്ക് വാറ്റിലുള്ള കുട്ടിക്കോ അല്ലെങ്കിൽ മുല കുടിക്കുന്ന എന്റെ കുട്ടിക്ക് മുലപ്പാലില്ലാതെ ആയിട്ട് കുട്ടിക്ക് വല്ലതും സംഭവിക്കോ എന്ന് പേടിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ നോമ്പ് നോറ്റാൽ എന്റെ ശരീരത്തിന് വല്ലതും പറ്റുമോ, ഇങ്ങനെ 2 തരത്തിൽ നോമ്പ് മുറിക്കാവുന്നതാണ്. അങ്ങനെ നോമ്പ് മുറിച്ചാൽ അവർ ശ്രദ്ധിക്കാനുള്ളത് എന്നിങ്ങനെ പറയുമ്പോ അവളുടെ ശരീരത്തിന്റെ ഹലാക്ക് പേടിച്ചുകൊണ്ടാണ് അവൾ നോമ്പ് കുറിച്ചതെങ്കിൽ അവൾ ഖളാ വീട്ടിയാൽ മതി, മുത്തു കൊടുക്കേണ്ടതില്ല. ഓർക്കെന്തെങ്കിലും പറ്റും, കുട്ടിക്കല്ല, കുട്ടിക്ക് വല്ലതും പറ്റും എന്ന് പേടിച്ചുകൊണ്ടാണ് അവൾ നോമ്പ് കുറിച്ചതെങ്കിൽ അവൾ എന്ത് വേണം? നോമ്പ് ഖളാ വീട്ടും വേണം, അതിന് മുത്തു കൊടുക്കുകയും വേണം. അങ്ങനെ പലപ്പോഴും നോമ്പ് കുറിച്ച് നഷ്ടപ്പെട്ടവരുണ്ടാവും. ഇപ്പൊ അതിന്റെ കാര്യമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു ഞാൻ സംഗതിയായിരുന്നത്. വെള്ളിയാഴ്ച ആണെങ്കിൽ ശനിയാഴ്ചയിലത്തെ നോമ്പനെ നോൽക്കാമായിരുന്നു, അത് ചെയ്യാമായിരുന്നു. വിട്ടുപോയവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ 10ാമത്തത് ഇങ്ങനെയുള്ള സ്ത്രീകൾ, മുലകുടിക്കുന്ന സ്ത്രീയും അല്ലെങ്കിൽ ഗർഭിണിയും, ഇവർ രണ്ടുപേരും സ്വന്തം ആവശ്യത്തിന് വേണ്ടി മുറിക്കാം, കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി മുറിക്കാം. കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി മുറിച്ചതാണെങ്കിൽ അവൾ എന്ത് വേണം? മുത്തു കൊടുക്കുകയും വേണം, ഖളാ വീട്ടുകയും വേണം. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് മുറിച്ചതെങ്കിൽ അവൾ ഖളാ വീട്ടിയാൽ മതി, എന്ത് വേണ്ട? മുത്തു കൊടുക്കേണ്ടതില്ല. 11ാമത്തെ ഒരു വിഭാഗമുള്ളത് നല്ല കടുത്ത ജോലിയാണ്, നല്ല ശക്തമായ ജോലി. ആ ജോലി എടുത്താൽ മുഴുവനാവൂല എന്നവർക്ക് ഉറപ്പാണ്. എന്നാലും എന്ത് ചെയ്യണം? നോമ്പിന്റെ നിയ്യത്ത് വെച്ച് അവൻ നോമ്പ് നോക്കണം. അങ്ങനെ നോമ്പ് നോറ്റ് അവൻ ജോലിക്ക് വേണ്ടി പോയി. ജോലി കുറെ ഒരു 10-11 മണിയായപ്പോൾ ഒരു നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം? നോമ്പ് മുറിക്കാം എന്ന് വിചാരിച്ച്, നല്ല കടുത്ത ജോലിയാണ് ചെയ്യേണ്ടത് നാളെ, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ നോമ്പ് മുറിക്കട്ടെ എന്ന് വിചാരിച്ച് നോമ്പുകാരൻ അല്ലാതെ രാവിലെ ചായ കുടിച്ചാണ്ട് ജോലി പോകാൻ പറ്റുമോ? അത് പറ്റൂല. നോമ്പുകാരനായി പോകണം. നോമ്പ് അവരെ ബുദ്ധിമുട്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ നോമ്പ് മുറിക്കാവുന്നതാണ്. അങ്ങനെ നോമ്പ് മുറിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അവരും എന്ത് വേണം? പിന്നീട് ആ നോമ്പ് ഖളാ വീട്ടണം. ഖളാ വീട്ടിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ കൊടുക്കണം. 12ാമത്തെ വിഭാഗം മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോമ്പ് മുറിക്കണം എന്ന് പറഞ്ഞാൽ, ഒരു ജീവി വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുന്നു, അല്ലെങ്കിൽ ഒരു വീട് കത്തി നശിക്കുന്നു,
ഇങ്ങനെയുള്ളൊരു ദാരുണമായ സംഭവം മുന്നിൽപ്പെട്ടു. അവിടെ ഇയാള് ആ നോമ്പ് സംരക്ഷിക്കാൻ നിന്നാൽ അത് ആ വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന ആൾ മരിച്ചു പോകും, അല്ലെങ്കിൽ ആ വീട് പൂർണ്ണമായി നശിക്കും. അപ്പൊ അവിടെ നോമ്പ് മുറിക്കേണ്ടി വന്നാൽ മുറിക്കുന്നതിന് അവിടെ കുഴപ്പമില്ല, മുറിക്കാം. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം, അവൻ നോമ്പ് കലാ വീട്ടണം. പിന്നീട് മുദ്ദു കൊടുക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ മുദ്ദു കൊടുക്കേണ്ടി വരും. ഒരു കൊല്ലം കഴിയുമ്പോഴാണ് മുദ്ദു കൊടുക്കേണ്ടി വരിക. അതിനിടയ്ക്ക് എന്ത് ചെയ്താൽ മതി, കലാ വീട്ടിയാൽ മതി. ഇങ്ങനെ 12 അവസ്ഥകളിലാണ് നോമ്പുകാരുടെ അവസ്ഥ മഹാന്മാർ നമ്മെ വിശദീകരിച്ചു തരുന്നത്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിച്ചാൽ ചോദ്യം എനിക്ക് മനസ്സിലാക്കാം, ഉത്തരം പറയാൻ വേണ്ടിയിട്ടില്ല. ഉത്തരം നേരത്തേക്ക് പറയാതെ ഈ 12 ടീം വിഭാഗമായി പണ്ഡിതന്മാർ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. നോമ്പ് നിർബന്ധമുള്ളതും അതുപോലെ നോമ്പ് മുറിക്കാൻ അനുവദിക്കപ്പെട്ടതും ഖളാ വീട്ടലും മുത്തു കൊടുക്കലും. ഈ പറഞ്ഞതിൽ മനസ്സിലാകാത്ത തിരിയാത്ത വല്ലതുണ്ടെങ്കിൽ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയം പറയാവുന്നതാണ്. ഒരാൾ ചോദിച്ചാൽ ഒരുപാട് ചോദിച്ചാൽ ആരും തുടങ്ങിയ സമയം അപ്പോ പകല് ഫുള്ള് ഇബാദത്തിലാണ്, രാത്രിയും ഫുള്ള് ഇബാദത്താകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. രാത്രിയിൽ ഓരോ സെക്കൻഡ് കഴിയുന്തോറും റമദാന്റെ പവർ കൂടുകയാണ്. അവസാനത്തെ പവർ കൂടി വരികയാണ്. അതിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന 2 സന്ദർഭങ്ങളുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയം. നോമ്പ് തുറക്കുന്ന സമയം നമ്മൾ ദ്വാരക്കാം. നമുക്ക് അത്യാവശ്യം എന്താ, ഈമാൻ കിട്ടി മരിക്കുക. എനിക്കും എൻ്റെ മക്കൾക്കും ഭാര്യ കുടുംബത്തിനൊക്കെ ഈമാൻ കിട്ടി മരിക്കാൻ തൗഫീഖ് ചെയ്യണം. അത് നോമ്പ് തുറക്കുന്ന സമയത്ത് തോന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ദ്വാരക്കാൻ വേണ്ടി ശ്രമിക്കണം. മറ്റൊന്ന് അത്താഴം കഴിക്കുന്ന സമയം. അത്താഴം കഴിക്കുന്ന സമയം നിയ്യത്ത് വെച്ചുകൊണ്ട് അത്താഴം കഴിച്ചാൽ ഒരൊട്ടകത്തെ അറച്ചുകൊണ്ട് കൂലി കിട്ടുന്നതാണ്. കാരണം നിയ്യത്ത് വെക്കാൻ മറക്കണ സമയമാണ്. നിയ്യത്ത് വെക്കാൻ മറക്കണ സമയമാണ് ഈ അത്താഴത്തിന്റെ ഏർത്തം. ഈ അത്താഴം കഴിക്കുമ്പോൾ സുന്നത്തായ അത്താഴം ഞാൻ കഴിക്കുന്നു, റസൂൽ കൽപ്പിച്ച സുന്നത്തായ അത്താഴം ഞാൻ കഴിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് അത്താഴം കഴിച്ചാൽ ഒരൊട്ടകത്തെ അറുത്തു കൊടുത്ത കൂലി ആ നിയ്യത്ത് വെച്ചാൽ കിട്ടില്ല. താഴത്ത് നിയ്യത്ത് വെച്ചിട്ട് പള്ളറിയുന്ന അറിയും. ഈ നിയ്യത്ത് വെച്ചാൽ അതിലൂടെ മാത്രം കൂലി കിട്ടും. നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ കുടുങ്ങിയ സമയത്താണ് ഉത്തരത്തിൽ വല്ലാതെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു. കുറച്ച് പ്രയാസപ്പെടുമ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്തും ഈ 2 സമയങ്ങളിൽ ഒന്ന് ദ്വാരക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ഒരു പാർട്ടിയൊന്നും ദ്വാരക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുന്ന മതി, നമ്മളെ മനസ്സിലുള്ള ആ സംഗതി മനസ്സിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. കുറച്ചോനെ എനിക്ക് ഈമാൻ കുട്ടി മരിക്കണ്ട, മക്കൾക്ക് ഈമാൻ കുട്ടി മരിക്കണം, ഞങ്ങളൊക്കെ സ്വർഗത്തിലാക്കണം എന്ന് പറയാൻ പോകുന്ന സമയം വേണ്ടല്ലോ. ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യാ, പിന്നെ ദ്വാ ഉത്തരം കിട്ടുന്ന 2 സമയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പകല് മുഴുവനും വിവാദത്തിലാണ്. ഈ വിവാദത്ത് പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ഈ വിവാദത്ത് പൊളിഞ്ഞു പോകുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് വെള്ളം കുടിക്കാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷെ വെള്ളം കുടിക്കാതെ മുഴുവനായും നോക്കുകാരനായി നിന്ന് അതിന്റെ ഇടയിൽ അത് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കാം. മഗ്‌രിബ് നോമ്പ് തുറന്നതിന് ശേഷം പിന്നീടുള്ള സമയം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സമയമാണല്ലോ. ഭക്ഷണം കഴിക്കാം, വെള്ളം കഴിക്കാം, ഒക്കെ കുടിക്കാം. നിയ്യത്ത് നമ്മൾ എപ്പോ വെക്കാം, നിയ്യത്ത് തുറന്ന ഉടനെ തന്നെ നിയ്യത്ത് വെക്കാം. നവൈതു സൗമഗദിൻ എന്നതിന് നിർബന്ധം. നവൈതു സൗമഗദിൻ എന്താ, ഈ ഫർദ് റമദാൻ നമ്മളാ ചെല്ലുന്ന നമ്മ കരുതുന്ന അത് പൂർണ്ണമായി കരുതൽ സുന്നത്താണ്. നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർദ് റമദാൻ ഹാദിഹി സനത്തി ലില്ലാഹി തആല പൂർണ്ണമായ സുന്നത്തായി നിയ്യത്തായി. ഈ നിയ്യത്ത് നമ്മൾ തൊള്ളോട് പറയുന്നതോട് കൂടെ ഞാൻ നാളെ നോമ്പ് നോൽക്കാണ് എന്ന് മനസ്സിൽ കരുതണം. കരുതാതെ തൊള്ളോട് പറഞ്ഞാൽ എന്താവില്ല, ഫലവത്താവൂല. തൊള്ളോട് നമ്മൾ ഇങ്ങനെ എത്ര പറഞ്ഞിട്ടും നിയ്യത്താവൂല. അത് സുന്നത്തുണ്ട്. ഫർദാവണമെങ്കിൽ മനസ്സിൽ കരുതണം. അങ്ങനെ നിയ്യത്ത് ചെയ്ത്
മഗ്‌രിബ് മുതൽ എന്നെ നിയ്യത്ത് വെക്കാം, പകലിൽ ഇനി നിയ്യത്ത് മടക്കി പറഞ്ഞു വെക്കുക, എന്നാൽ അവർ നോമ്പ് മുറിയോ? നോമ്പ് മുറിയില്ല. അങ്ങനെ സംശയമാണ് ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ടായി. പകലിൽ അവർക്ക് സ്വന്തം നിയ്യത്ത് വീണ്ടും വെച്ചാൽ ആ നോമ്പ് അതുകൊണ്ട് ബാത്തിലാകും. അങ്ങനെ ബാത്തിലാകും മുറിഞ്ഞൂല. അപ്പൊ നിയ്യത്ത് വെക്കുക. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണത്? 4 കാര്യങ്ങളാണ്. 4 കാര്യം. ഒന്ന് ബാലികത്വ ബന്ധം, മറ്റൊന്ന് ഇന്ദ്രിയം പുറപ്പെടുവിക്കുക, മറ്റൊന്ന് ഉണ്ടാക്കി ഛർദ്ദിക്കുക. തൊണ്ടേ കഴിച്ചിട്ടൊക്കെ സ്വയം ഛർദ്ദിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല. കൈയിട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഛർദ്ദിക്കാം. മറ്റൊന്ന് ഉള്ളിലേക്ക് വല്ല വസ്തുവും ചേരുക. ഉള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം ചേരുക, അങ്ങോട്ട് എത്തിയാൽ മതി. അത് കഫമായാലും പൂൻപൊട്ടിയുടെ രക്തമായാലും അങ്ങനെ എന്തായാലും ഉള്ളിലേക്ക് എന്തെങ്കിലും ചേർന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയും. ഈ 4 കാര്യങ്ങളാണ് നോമ്പ് മുറിയുന്ന കാര്യം. ഒന്ന് ബാലുഭക്തം ബന്ധം, മറ്റൊന്ന് ഇന്ദ്രിയം പുറപ്പെടുവിക്കുക, മറ്റൊന്ന് ഉണ്ടാക്കി ഛർദ്ദിക്കുക, മറ്റൊന്ന് അവന്റെ ഉള്ളിലേക്ക് പലതും ചെയ്യുക. ആ ഉള്ളിലേക്ക് ചേരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഉമ്മുനീര് പുറത്തേക്ക് വന്നു, പുറത്തേക്ക് വന്നതിന് ശേഷം അത് ഉള്ളിലേക്ക് പോയാൽ അവിടെ നോമ്പ് മുറിയുന്നതാണ്. ഉമ്മുനീര് ഇപ്പൊ പുറത്തേക്കിട്ട് വന്നതിന് ശേഷം അത് നാവുകൊണ്ട് നക്കിയിട്ട് ഉള്ളിലേക്ക് ആക്കിയാണ്ട് ഇറക്കിയാൽ അത് നോമ്പ് മുറിയും. അതേ സമയത്ത് നമ്മൾ വായിൽ ഉമ്മുനീര് നിറഞ്ഞു, അത് പുറത്തേക്ക് വന്നില്ല, വായ നിറച്ചു ഉമ്മുനീരാ. ചിലപ്പോൾ നിസ്കരിക്കുമ്പോ ചിലപ്പോ ഈ ചിലർക്ക് ഉപരോട് ഉത്തരയും. ചില പള്ളിയിൽ ഇവിടെ തന്നെ ജനൽ വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഇടങ്ങേറ ചില സമയത്ത് ഇമാമാവുമ്പോഴേ മനസ്സിലാവും പൗമീറും എല്ലാം തിരിയില്ല. അപ്പോ ചെറുവായൂർ പള്ളി പോയപ്പോ അവിടെ ഉണ്ടെങ്കിൽ നോമ്പ് ഉദ്ദേശം വണ്ടി വെച്ചാണ്. നല്ലൊരു അഭിപ്രായം. അടല് തുപ്പാൻ സൗകര്യം. അപ്പോ തൊള്ളയിൽ ഫുള്ള് ഉമ്മുനീര് നടന്നു. ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, അതണ്ട് ഇറക്കി അവിടെ നോക്കൂല. ഒരു ഗ്ലാസ് വെള്ളമായി ഉമ്മറ വിളിച്ചിട്ട് പുറത്തു വന്നിട്ടില്ല, അണ്ട് ഇറക്കി അവിടെ നോക്കൂല. അതേ സമയത്ത് ചെറിയ കഫത്തിന്റെ കഷ്ണം ഉള്ളിലേക്ക് പോയാലോ അതുകൊണ്ട് നോമ്പ് മുറിയും ചെയ്യും. ഒരല്പം ഉമ്മുനീര് ഈ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു, ആ പുറത്തേക്ക് വന്നതിന് ശേഷം അത് ഉള്ളിലേക്ക് പോയാൽ അതുകൊണ്ട് എന്ത് ചെയ്യും? നോമ്പ് മുറിയും. അപ്പൊ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. വെറുതെ നോമ്പ് നോറ്റതുകൊണ്ട് കാര്യമില്ലല്ലോ. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോമ്പില് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള സുന്നത്തുകൾ. ഒന്ന് അത്താഴം കഴിക്കുക. അത് നമ്മൾ മറക്കാത്തൊരു സുന്നത്താണ്. മറക്കാത്തൊരു സുന്നത്താണ് അത്താഴം കഴിക്കുക. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്തെ നമ്മൾ പഠിച്ചിട്ടാണ് നൗമു സ്വാഹിബി ഇബാദത്ത്. ഉറങ്ങുന്നവന്റെ നോമ്പുകാരന്റെ ഉറക്ക ഇബാദത്താണ്. ഉറക്ക ഇബാദത്താണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹുവിന്റെ കഥ നമുക്കറിയാലോ. അദ്ദേഹം പകലും അതുപോലെ രാത്രി പിന്നെ ഉറങ്ങാന്ന് പറയുന്നത്. ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യാം. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് വരുന്നതിന് തടസ്സമാകുന്ന നിലക്ക് വല്ലതും സംഭവിക്കോ എന്നാൽ അവിടെ ഉറപ്പിച്ച് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്? പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് സുബഹിക്ക് ജമാഅത്ത് നിസ്കരിച്ച രാത്രി ഫുള്ള് ഇബാദത്തിന്റെ കൂലി കിട്ടുന്നതാണ്. രാത്രി ഫുള്ള് ഉറക്കൊഴിച്ച കൂലി കിട്ടും. എന്തിനു വന്നാലും പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിന് വീട്ടുന്നുണ്ട് വന്നാല്. ഇശാ ജമാഅത്തായി നിസ്കരിച്ചാലോ രാത്രി പകുതി ഹയാത്താക്കിയ കൂലി കിട്ടും. അപ്പൊ സുബഹിയും ഇശാവും കൂടി ജമാഅത്തായി നിസ്കരിച്ചാൽ 1.5 ദിവസം ഹയാത്താക്കിയതിന് കൂലി ലഭിക്കും. അത്രയും വലിയ പ്രതിഫലമാണ്. ഇശാ ആകുമ്പോഴും ആളുകൾക്ക് വീട്ടിലേക്ക് പോകും. പൊതുവെ എല്ലാ അങ്ങാടിയുടെ സ്വഭാവം അതാണ്. അങ്ങാടിയിൽ ഉണ്ടെങ്കിൽ തന്നെ ആ ജമാഅത്തിന് കൂടാതെ അത് വീട്ടിൽ നിസ്കരിച്ചാൽ മഗ്‌രിബിന് പള്ളിയിൽ കൂടും. മഗ്‌രിബിന് ആ ഭാഗത്ത് കൊടുക്കുമ്പോൾ തന്നെ കുറഞ്ഞ സമയത്തുകൊണ്ട് എല്ലാവരും പള്ളിയിൽ കയറി നിസ്കരിച്ച് പിന്നെ അങ്ങനെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ പിന്നെ വർത്താൻ കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ആണ് പോകും. പിന്നെ പുരേതൊരു കുത്തിമറിച്ചിലാണ് പറയും. അങ്ങനെ ഉണ്ടായിരുന്നു, സാധാരണ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ എന്ത് പറഞ്ഞു? ആ ജമാഅത്തിന് കൂടിയാൽ രാത്രി പൗതി നിസ്കരിച്ച ഇബാദത്തിന് കൂലിയുണ്ട്. സുബഹിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ നിയ്യത്ത് ചതഞ്ഞേ വരാൻ കഴിയും. പള്ളിയിലേക്ക് വരണം നമ്മൾ തീരുമാനിച്ചാലേ നടക്കുള്ളൂ. തീരുമാനിച്ചാൽ നടക്കും, തീരുമാനിച്ചില്ല നടക്കില്ല. തീരുമാനിച്ചതൊക്കെ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ജമാഅത്തിന് കഴിവിന്റെ പരമാവധി എത്താൻ ശ്രമിച്ചത്. പിന്നെ റമദാൻ മാത്രമല്ല കേട്ടോ, റമദാനിൽ അല്ലാത്തപ്പോൾ റമദാൻ ആകുമ്പോൾ അതിന്റെ കൂലി കൂടുകയാണ്. ഒരു സുന്നത്ത് എടുത്താൽ ഒരു ഫർദ് എടുത്ത കൂലി, ഒരു ഫർദ് എടുത്താൽ 70 ഫർദ് എടുത്ത കൂലി. റമദാൻ അല്ലാത്ത മാസത്തിൽ 70 പ്രാവശ്യം ളുഹർ നിസ്കരിച്ച കൂലിയാണ് ഇപ്പൊ നമ്മൾ നിസ്കരിച്ച ളുഹറിന് കിട്ടുക. ഇത് ആര് പറഞ്ഞതാണ്? ഏറെ കഥ പറഞ്ഞതല്ല. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വലിയ സുദീർഘമായ ഹദീസിൽ പറഞ്ഞതാണ്. അപ്പൊ എനിക്ക് ആ ജമാഅത്തിന് കൂടണം. ആ ളുഹർ എനിക്ക് ജമാഅത്തായിട്ട് തന്നെ ആവുമ്പോ
27 ഇരട്ടിയാണ് സാധാ ജമാഅത്തിന്. അത് റമദാനിലാവുമ്പോഴോ എത്ര ഇരട്ടിയായിരിക്കും അതിന് അല്ലാഹു തരിക? ഒരു കണക്കും കയ്യും കണക്കില്ല. അതുകൊണ്ട് ജമാഅത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്റെ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ കേൾക്കണ്ടേ പറഞ്ഞത്? കേൾക്കണ്ടോ? തറാവീഹ് കണ്ടില്ലേ? എല്ലാവരും വരണം. തറാവീഹ് വന്നിട്ട് എപ്പോഴാണ് നമ്മള് ഇമാമിന്റെ ഒപ്പം കൂടേണ്ടത്? ഇമാം റുക്കൂയിലേക്കാണ് പോകാൻ നേരത്ത് മണ്ടി വന്നിട്ട് ഒറ്റക്കെട്ടലാണ്. അങ്ങനെ ഉണ്ടോ ഇവിടെ? ഞാൻ നിങ്ങളോട് നോക്കാം. അങ്ങനെ ഇവിടെ അങ്ങനെ ഇല്ലല്ലേ? അൽഹംദുലില്ലാഹ് നല്ല കുട്ടികളാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ തന്നെ നമ്മൾ ചൊല്ലണം. 2 രക്ഷയിൽ നിൽക്കുക. ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ 2 വലിയ പ്രതിഫലം കിട്ടും. ഒന്ന് ബറാഅത്തും മിനൻ നാർ വ ബറാഅത്തും മിനൻ നിഫാഖ്. നിഫാഖിൽ നിന്ന് രക്ഷ കിട്ടും. നിഫാഖ് എന്ന കപട വിശ്വാസികൾ. ഈ കാപ്പട്യത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ 13 ആയത്ത് പറഞ്ഞിട്ടുണ്ട്. എവിടെ? അൽ-ബഖറയുടെ ആദ്യത്തിൽ. അതേ സമയത്ത് മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞത് ചെറിയ നമ്മുടെ അൽകിതാബിയും പിന്നെ അല്ലതീനും ചെറിയ 2 ആയത്തിലാണ്. ആ വട്ടത്തിനുള്ളിൽ ഇടാൻ ചെറിയ 2 ആയത്ത്. മറ്റേ ഖുർആനെ മാത്രമാണ് ആദ്യം പറഞ്ഞത്. മുഅ്മിനീങ്ങളെ പറ്റി ഈ 2 ആയത്തിൽ പറഞ്ഞു. എന്നിട്ട് അതിന് നേരെ പുറത്ത് കാണുന്ന 2 ആയത്ത്. ആ ആയത്ത് എന്താണ്? ഇന്നല്ലതീന കഫറു അല്ലേ? 2 ആയത്താണ്. പിന്നെ കാഫിറുകളെ പറ്റി പറയാൻ 2 ആയത്ത്. മുഅ്മിനീങ്ങളെ പറ്റി പറയാൻ ചെറിയ 2 ആയത്ത്. കാഫിറുകളെ പറ്റി പറയാൻ കുറച്ചുകൂടി വലിയ 2 ആയത്ത്. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം വമിനൻ നാസി മൻ യഖൂലു എന്ന് പറഞ്ഞിട്ട് 13 ആയത്ത് പറയുന്ന ആരെ പറ്റിയെന്നറിയോ? കാഫിറുകളെ പറ്റിയല്ല. കാലാകാലം നരകത്തിൽ കടക്കുന്നവരെ പറ്റി പറഞ്ഞത് 2 ആയത്ത്. കാഫിറുകളെ പറ്റി പറഞ്ഞത്. മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞതോ കാലാകാലം സ്വർഗ്ഗത്തിൽ പോകേണ്ട ആളുകളെ പറ്റി ചെറിയ 2 ആയത്ത്. എന്നാൽ നരകത്തിന്റെ അടിയിലെ തട്ടിലുള്ള ഈ വിഭാഗത്തെ പറ്റി പറയാൻ 13 ആയത്ത് ഉപയോഗപ്പെടുത്തി അല്ലാഹു തആല. കാരണം അവരെ മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ടീമാണ്. അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. എവിടെയൊക്കെ ഉണ്ടാവും. മുയ്യെ പിടിച്ചതിനാണ് എല്ലായിടത്തും ഉണ്ടാവും. ഒരു ഉറപ്പ്. അതിൽ ഈമാന്റെ വിഷയത്തിലാവുമ്പോൾ നമുക്ക് ശരിക്കും ഉറപ്പ് വേണം. ഈമാന്റെ വിഷയത്തിലാവുമ്പോൾ നമുക്ക് ശരിക്കും ഉറപ്പ് വേണം. ആ ഉറച്ച് നമ്മൾ നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു നിലക്കുള്ള ഉറപ്പുള്ള ഈമാൻ നമുക്ക് നൽകുമാറാവട്ടെ. അപ്പൊ 13 ആയത്ത് പറഞ്ഞ ആ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഒരു മരുന്നാണേത്? ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലാന്നുള്ളത്. അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. നിങ്ങൾ എങ്ങനെ പറഞ്ഞത്? ഞങ്ങളെ കാരണന്മാരൊക്കെ അങ്ങനെ ചെയ്യല്. ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ എന്ത് ചെയ്യാൻ? നമ്മള് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം അല്ലെ? ഇമാം അല്ലാഹു അക്ബർ നമ്മൾ പിന്നാടെ അങ്ങോട്ട് പോയി ബലമുണ്ടാക്കി അങ്ങോട്ടാക്കി ഇങ്ങനെ ആക്കി അങ്ങ് നിൽക്കാതെ ഉടനെ തന്നെ ഇമാമിന്റെ കൂടെ തറാവീഹിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നീട്ടിയത് വേഗം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. എന്നിട്ട് വജ്ജഹത്ത് നമുക്ക് പോകാൻ സമയം ഉണ്ടാവും. ഇമാമ് ചിലപ്പോഴത്തെയും ആ വജ്ജഹത്തിന്റെ സ്ഥാനത്തിൽ ചില നടത്തിയിട്ട് അപ്പൊ ചിലപ്പോൾ അത് ചെല്ലിട്ട് ഫാത്തിഹ തുടങ്ങും. നമുക്ക് എന്തായാലും വജ്ജഹത്ത് തോന്നാൻ സമയം കിട്ടും. അപ്പൊ നമ്മൾ വജ്ജഹത്ത് വാങ്ങാം. വജ്ജഹത്ത് ഓതിയിട്ട് പിന്നെ ചെയ്യല് ഫാത്തിഹ ഇമാമൊക്കെ ഫാത്തിഹ ഓതി കഴിഞ്ഞ് സൂറത്ത് ഓതുന്ന സമയത്ത് ഇമാം അവിടെ കുറച്ച് തറാവീഹ് നടക്കൂല. പിന്നെ കുറച്ച് മിണ്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഫാത്തിഹ ഓതണം. അങ്ങനെയൊക്കെയാണ് പൂർണ്ണമായി ചെയ്യേണ്ടത്. അല്ലാഹു അങ്ങനെ ചെയ്യാൻ നമുക്ക് തോന്നിക്കട്ടെ. അപ്പൊ ഏതായിരുന്നാൽ ഞാൻ പറഞ്ഞു വന്നത് തക്ബീറത്തുൽ ഇഹ്റാം ഇമാം ചൊല്ലി ഉടനെ ചൊല്ലിയാലുള്ള ഗുണം ഒന്ന് നിഫാഖിൽ രക്ഷപ്പെടുക. ഈ 13 ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ അടിയിലെ തട്ടിൽ പറഞ്ഞ കൂട്ടത്തിൽ രക്ഷപ്പെട്ടു കിട്ടും. ഒന്ന് വല്ലാത്തൊരു ഗുണമുള്ളത്. എന്റെ പോകും വിട്ട പണി ഒരു പണി കാര്യമെടുത്തില്ല. എന്തായാലും നിസ്കാരത്തിൽ പ്രവേശിക്കാൻ ചൊല്ലണം. എന്തായാലും ചൊല്ലണം, എന്നാലേ പ്രവേശിക്കുള്ളൂ. അത് ഇമാമ് ചൊല്ലി അപ്പൊ തന്നെ ഞാൻ ചൊല്ലട്ടെ തീരുമാനിച്ച് അങ്ങനെ ചൊല്ലിയാൽ കിട്ടുന്ന കൂടാണ്. എല്ലാ നിസ്കാരത്തിലും അങ്ങനെ പതിവാങ്ങുക. പിന്നെ 2ാമത്തെ ഗുണം ബറാഅത്തും മിനൻ നാറാണ്. നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ. നരകം തന്നെ നമ്മളിങ്ങനെ കേട്ട് താല്പിച്ചൊരു വാക്കാൻ നരകം എന്നാണ്. പടച്ചറബ് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു വലിയ സംഭവമാണ് നരകം. പടച്ചറബ് അതിൽ നിന്ന് നമുക്കും നമ്മോടൊപ്പമുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. എപ്പോഴും നമ്മൾ ദ്വാരക്കണം. ഇപ്പൊ തന്നെ എത്ര ഫാൻ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫാന് കറങ്ങിയിട്ട് നമുക്ക് ഇപ്പോഴും AC തിരക്കില്ലാത്ത അഭിപ്രായക്കാരത്തിനുള്ളിലുണ്ടാവും. ചിലപ്പോ ഈ അസുഖമുള്ളവര് മാത്രമാണ് എതിർക്കുക. അസുഖമുള്ളവര് ഇപ്പം അത് പെടണ്ടാന്ന് പറഞ്ഞ ഒരു മാത്രമേ, അല്ലാത്തവരൊക്കെ അത് ഇടാണ്ട് അഭിപ്രായക്കാരുണ്ടാകും. എന്തുകൊണ്ട്? ചൂട് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട്. എവിടെ സൂര്യൻ ഉള്ളത്?
14,95,00,000 പരം കിലോമീറ്റർ മീതെ ഉദിച്ച സൂര്യൻ. ആ സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ AC കറക്കുന്നതൊക്കെയാണ്. എന്നാൽ ആ സൂര്യൻ എങ്ങോട്ട് വരും? താഴോട്ട് വരും. ഒരു ചാൻ മീതെ അല്ലെങ്കിൽ ഒരു എത്ര കുട്ടിയോടി ഏത് അക്കം വെച്ചാലും ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ എത്ര നീട്ടം വെച്ചാലും ഈ ഇത്ര ഇതിന്റെ മോളത്ത് നട്ടില്ല സൂര്യനാണ് നിൽക്കുക. നമ്മൾ ഒരു തണലില്ലാതെ നേരെ എത്തിയിട്ടില്ല ഹാലിൽ. അങ്ങനത്തെ ഒരു ഘട്ടം നമുക്ക് വരാനുണ്ട്. വല്ലാത്തൊരു ചൂടാണ്. അല്ലാഹു അതിൽ നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. എന്നാൽ അതിനേക്കാളും ഭീകരമായ അവസ്ഥയാണ് നരകം നടന്നത്. ഇവിടുത്തെ തീയിനേക്കാൾ 69 ഇരട്ടി ചൂടുണ്ട്. ഇവിടുത്തെ തീയിനേക്കാൾ 69 മൊത്തം 70 ഇരട്ടി ചൂടുള്ള നരകം. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന മനുഷ്യരും പാറക്കല്ലുമാണ്. മനുഷ്യൻ എന്ന പ്രകൃതിയെ ചൂടുള്ള സാധനമാണ്. ബസ്സിലോ കയറിയാൽ തിക്കും തിരക്കൂടുമ്പോ ഭയങ്കര കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിൽ കരയും. എന്താ കാരണം? ചൂട് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. കാറ്റുള്ള ഭാഗത്തേക്ക് നമ്മൾ സൈഡിൽ നിന്ന് കുട്ടികളൊന്നും കണ്ട് തിരിച്ചിട്ട് അത് കരച്ചിൽ കിട്ടും ചെയ്യും. കാരണം ഒരു കാറ്റ് കിട്ടി ചൂടില്ല. മനുഷ്യൻ പ്രകൃതിയാ ചൂടുള്ള സാധനമാണ്. അതുപോലെ കല്ലും അങ്ങനെ തന്നെ ചൂടായാൽ പിന്നെ അത് ചൂട് അണഞ്ഞു പോവാൻ അതില്ലാതെ കുറെ സമയം പിടിക്കും. ഇപ്പൊ നമ്മൾ വാർപ്പിന്റെ മുകളൊക്കെ 4 മണി 3 മണിക്കൊക്കെ അരി ഇരുന്നാലും കുറച്ച് കഴിഞ്ഞാലും ചന്ദ്രന് ചൂട് വരും. എവിടെ ചൂട് വരും? നേരത്തെ ചൂടായതാണ്. ഇരുമ്പ് ചൂടുള്ളതാണ്, മണലും ചൂടുള്ളതാണ്, കരിങ്കല്ലും ചൂടുള്ളതാണ്. അപ്പൊ ഈ ചൂട് പ്രകൃതിയാ ചൂടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന 2 വസ്തുക്കൾ കൊല്ലങ്ങളോളം കത്തിക്കപ്പെട്ട് അത് വ്യത്യസ്ത കളറുകളിലായി മാറി ഇപ്പൊ കറുത്തിരുണ്ട എന്തോ ഒരു സാധനമായി ഇങ്ങനെ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ തീ, വല്ലാത്തൊരു തീ. ആ തീയിലേക്ക് നമ്മെ വലിച്ചെറിയും. അതിൽ നിന്ന് രക്ഷപ്പെട്ടു കിട്ടാൻ പറ്റിയ ഒരു മരുന്നേതാണ്? ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലലാണ്. അപ്പൊ ഇതിന് കിട്ടുന്ന ഗുണത്രയാണ്. സംഗതി അലസരാകുന്ന ആളുകളൊക്കെ അലസരാകുന്ന സമയമാണ്. ശ്രദ്ധിച്ചാലോ പെട്ടെന്ന് ചില ആളുകൾ വേഗം കിട്ടും. കാരണം ഇത് മനസ്സിലാക്കിയവരാണ്. അതേ സമയത്ത് ആളുകൾ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങനെ സമയം അപ്പൂത്ത് ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഗുണം കിട്ടൂല. ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നമ്മൾ അവിടെ ഉണ്ടാവില്ല. ഇമാമ് ചൊല്ലിയ ഉടനത്തെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ല. അങ്ങനെ ചൊല്ലിയാൽ ഈ ഗുണം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്താഴം കഴിക്കാത്തത് ആരും മറക്കൂല. അതുപോലെ നോമ്പുകാരന്റെ ഉറക്കും ആരും മറക്കൂല. നോമ്പുകാരന്റെ ഉറക്ക് നേരത്തെ പറഞ്ഞു ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു തീരെ ഉറങ്ങാറില്ല. അപ്പോ ഞാൻ അങ്ങോട്ട് വന്നത് ഉറക്കിൽ തന്നത് സുബഹി ജമാഅത്തിൽ ഓട്ടം പറ്റും എങ്കിൽ നമ്മൾ ഉറക്ക് വെച്ച് ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അതേസമയം സുബഹി ജമാഅത്തിൽ പോകാൻ കഴിയും എന്ന നിലക്കാണെങ്കിലോ കഴിയുന്ന പരമാവധി എത്ര അങ്ങോട്ട് കിട്ടുമോ അത്രയും അങ്ങോട്ട് പിടിക്കുക. പിന്നെ അത്താഴത്തിന് നേരത്തെ എഴുന്നേറ്റ് അത്താഴം കഴിച്ച് ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് നമ്മൾ മനസ്സറിഞ്ഞ് പറയുക, പടച്ചോനെ എനിക്ക് രക്ഷപ്പെടുത്തണം, എന്റെ ഉമ്മാനെ രക്ഷപ്പെടുത്തണം, ബാപ്പാനെ രക്ഷപ്പെടുത്തണം എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അല്ലാഹു കബൂലാക്കും. അപ്പോ അത്താഴം കഴിക്കുക. മറ്റൊന്ന്, അത്താഴത്തെ നല്ലോണം പിന്തിക്കണമെന്നാണ്. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ 50 ആയത്ത് ഓതി കഴിയുമ്പോഴേക്കും സുബഹി ബാങ്ക് കൊടുക്കും. ആ തരത്തിൽ പിന്തിക്കണം. പഴയ ചെറുപ്പത്തിലൊക്കെ ഏകദേശം 2 മണി 1 മണിക്ക് എഴുന്നേറ്റത് കഴിക്കുക. വാച്ച് ക്ലോക്കും മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്നിട്ട് പിന്നെ ഒരു ഘട്ടം, ആ ഘട്ടത്തിൽ സുബഹി എന്തായാലും പോയിട്ടുണ്ടാവും. സുബഹി കിട്ടൂല. ആ നിലയ്ക്ക് ആ ഉറപ്പ്. ആ ഒരു അവസ്ഥ ഇവിടെ വാക്കാണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന അവസ്ഥയാണ്. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്ന ഇവിടെ നേരത്തെ നഗാരം പൊട്ടിട്ടൊക്കെ ഇവിടെ കുറ്റം കിട്ടില്ല. നമ്മുടെ നാട്ടിൽ കുറ്റം കിട്ടില്ല. അപ്പൊ അതല്ല ചെയ്യേണ്ടത് എങ്ങനെയാണ്? 50 ആയത്ത് ഓതി കഴിഞ്ഞാൽ വജ്രാവും സുബിയാൻ കൊടുക്കണം. ആ നിലയ്ക്ക് അത്താഴത്തെ പിന്തിക്കൽ സുന്നത്തുണ്ട്. അത്താഴത്തെ പിന്തിക്കുക. വലിയ ശുദ്ധി ഉണ്ടെങ്കിലോ ഫജ്റിന്റെ മുമ്പ് തന്നെ കുളിക്കൽ സുന്നത്താണ്. അത്താഴ സമയത്ത് സുഗന്ധം പുരുഷന്റെ പ്രത്യേക സുന്നത്തുണ്ട്. ആ വാസന പകലുണ്ടായി പ്രശ്നമില്ല. നേരത്തെ അത്താഴ സമയത്ത് പൂശിയാം, അതിന്റെ വാസന ശരീരത്തിൽ നിലനിന്നു. സുബഹിക്കുന്നപ്പോഴുണ്ട്, അസറിനപ്പോഴുണ്ട്, അതിന് കുഴപ്പമില്ല, അത് നിലനിന്ന് വന്നതുകൊണ്ട്. അതേ സമയത്ത് പകൽ സുഗന്ധം പൂശൽ എന്താണ്? കറാഹത്താണ്. പകലിൽ അതൊക്കെ ഉപേക്ഷിക്കൽ സുന്നത്താണ്. എല്ലാ ഹറാമിനെ തൊട്ടും ശരീരത്തെ തടയുക. ശരീരത്തെ തൊട്ട് തടയുക. ഇത് നോമ്പിലെ പ്രത്യേക സുന്നത്താണ്. ഹറാമിനെ തൊട്ട് ശരീരത്തെ തടയുക എപ്പോഴും നിർബന്ധമുള്ള സംഗതിയാണ്. ഒരു ഹറാമിലേക്കും പോകാൻ പാടില്ല. എന്നാൽ ഹറാമ് വന്നപ്പോ അങ്ങോട്ട് തീരെ നോക്കാതെന്നാൽ ഹറാമിനെ തൊട്ട് തടഞ്ഞ നിർബന്ധം ചെയ്ത കൂലി കിട്ടും, ഈ സുന്നത്തിന്റെ കൂലി നോമ്പിൽ കിട്ടുന്ന. ഇത് രണ്ടും കിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ വിഷയത്തിലേക്കേ ചിന്തിച്ചു പോകാൻ പാടില്ല. ഒരാൾ ചീത്ത പറഞ്ഞാൽ പറയേണ്ടത് നോമ്പുകാരനാണ്. മനസ്സിലെങ്കിലും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവിടെ രക്ഷപ്പെടേണ്ടതുണ്ട്. മറ്റൊന്ന്, പിന്നെ ആഗ്രഹങ്ങൾ.
അത് കഴിവിന്റെ പരമാവധി സുബ്ഹത്ത് ഷഹവത്ത്, തിരിച്ചറിയാത്ത ഹറാമോ ഹലാലോ നല്ലതോ ചീത്തയോ തിരിച്ചറിയാത്ത കാര്യങ്ങൾ തൊട്ട് ഉപേക്ഷിക്കുക. അതുപോലെ വികാരങ്ങളെ തൊട്ട് ഒഴിവാക്കുക. വികാരങ്ങൾ ഇങ്ങനെ പലതും ചിന്തിച്ച് സമയം കളയാതെ, നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആൻ പാരായണം നല്ലതുപോലെ വർദ്ധിപ്പിക്കുക. പരിശുദ്ധ ഖുർആൻ പാരായണം നാം കഴിവിന്റെ പരമാവധി നേരത്തെ ഒരു ഖത്മ് തീർക്കുകയും ചുറ്റി 2 ഖത്മിനെ ആക്കാൻ ശ്രമിക്കുക. മഹാന്മാരെ പോലെയായി നമുക്ക് പോകാൻ കഴിയൂല എന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മൾ ശ്രമിക്കണം. അങ്ങനെ മുസാഫിക്ക് കുറച്ചായിട്ട് ഓതുമ്പോഴേക്ക് ഉറപ്പ് തൂക്കിയാൽ മുസാഫോട് വെച്ചിട്ട് അപ്പൊ നമ്മൾ ഉറങ്ങണം. അപ്പൊ ശരീരത്തിന്റെ ഹക്കതാണ്, അപ്പൊ അത് വീട്ടലാണ്. അല്ലെങ്കിൽ നമ്മൾ പോകാൻ പാടില്ല, പോയി ഒന്ന് കൊടുത്തിട്ട് മുഖം കഴിഞ്ഞിട്ടോ പോകാൻ ശ്രമിക്കാം. ഇല്ല പോണില്ലെങ്കിൽ നമുക്ക് കിടത്ത് ഉറങ്ങിയാൽ അത് ശരിയാവും. അങ്ങനെ നമ്മൾ ചെയ്യണം. പരിശുദ്ധ ഖുർആൻ കഴിവിന്റെ പരമാവധി ഓതുക. സ്വതക്ക വർദ്ധിപ്പിക്കുക. ദാനധർമ്മങ്ങൾ. ഇപ്പൊ പ്രത്യേകിച്ച് SYSന്റെ ഒരു പ്രത്യേക ഒരു ഫണ്ട് നടത്തുന്നുണ്ട്. എന്നും ഫണ്ട് തന്നെയാണ്. അത് ലോകം ഉണ്ടായ അന്ന് മുതൽക്കേ തുടങ്ങിയതാണ് ഈ ഫണ്ടും പിരിവും ഒക്കെ. ഇപ്പോ റിലീഫും അതുപോലെ പല സഹായങ്ങളും പല ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് സക്കാത്തിന്റെ ഒരു ചർച്ച നടക്കുന്ന ഒരു കാലാണല്ലോ. സക്കാത്തിന്റെ കാശ് കൊണ്ട് മറ്റുള്ളവർക്ക് എന്തും ചെയ്യാം. അവർക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാം, പിന്നെ കല്യാണത്തിന് കൊടുക്കാം, അതുപോലെ പ്രവർത്തനം നടത്താം. ഇങ്ങനെ എല്ലാ സംഗതിക്കും അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം സക്കാത്ത് എന്നുള്ളത് അവകാശികൾക്ക് കൊടുക്കണം. ഒരു കിട്ടിയതിന് ശേഷം നമുക്ക് തന്നെയാണ് പ്രവർത്തനത്തിന് കുഴപ്പമില്ല. അതുപോലെ സ്വതക്കൻ അത് ആ സ്വതക്കോടെ നമുക്ക് ചെയ്യാം. അതേ സമയത്ത് നമ്മൾ കൊടുക്കാനുള്ള, ഞാൻ ഇപ്പൊ സക്കാത്ത് കൊടുക്കാണ്ട് ആ സക്കാത്ത് കൊടുക്കാനുള്ള സംഖ്യകളൊക്കെ പാട് ഈ പള്ളിക്ക് വൈകിട്ടാൻ കൊടുത്താൽ അതിന് സക്കാത്ത് വീടില്ല. അതുപോലെ SYS സ്വാതന്ത്ര്യത്തിന് ഒന്നായിട്ടാണ് കൊടുത്തു, അതുകൊണ്ട് സക്കാത്ത് വീടില്ല. സക്കാത്ത് ആ പറഞ്ഞ അവകാശം കൊടുത്തേ പറ്റൂ. അതിന്റെ ചർച്ചകൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അത്തരം ഏടാകൂടത്തിൽ പെട്ടുകയാണെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വേണം. ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബുദ്ധിപരമായി പറഞ്ഞു കൊടുക്കുക. ഇത് പിന്നെ വ്യക്തിപരമായി നിർബന്ധമുള്ള ആളുകൾക്ക് 8 അവകാശികൾ. നമ്മുടെ നാട്ടിൽ ഏകദേശം 5 അവകാശികളൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. ഈ 5 അവകാശികൾക്ക് നമ്മൾ കൊടുത്താൽ സക്കാത്ത് വീടും എന്ന് ആരും പറയണം, മറ്റൊരു പറയുന്നു. ഇവർ കൊടുത്താൽ വീടുന്നവർക്ക് ഇത്തരാവില്ലല്ലോ. അതേസമയം നമ്മൾ പറഞ്ഞ ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ റിസൾട്ട് അറിയാൻ എപ്പോഴാണ് എത്തിയതിനു ശേഷമാണ് മനസ്സിലായത്. അപ്പൊ നമ്മൾക്ക് കൊടുത്താൽ ശരിയാവില്ല എന്നൊക്കെ അഭിപ്രായം. ശരിയാവും, അതേസമയത്ത് ഓരോ ശരിയാവില്ല. അപ്പൊ ഓരും ശരിയാവും എന്ന് സമ്മതിക്കുന്ന വിഷയത്തിൽ കൊടുക്കാൻ ഏറ്റവും നല്ലത്. ഓരും ഈ 8 വിഭാഗത്തിൽപ്പെട്ടപ്പോ നമ്മുടെ നാട്ടിലെ 5 വിഭാഗമാണെങ്കിൽ 5 വിഭാഗം. ആ 5 വിഭാഗത്തിൽ സക്കാത്ത് കൊടുത്താൽ സ്വഹീഹാകും, വീടും എന്ന് അവരും പറയുന്നു. അപ്പൊ അവരും സ്വഹീഹാന്ന് പറയുന്നു, നമ്മൾ എന്തായാലും പറയുന്നു ഒരു കൊടുക്കല്ല നല്ലത് എന്ന് നമ്മൾ എന്ത് ചെയ്യാം, അവരോട് ബുദ്ധിപരമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതേ സമയത്ത് അവര് മറ്റു പലരും ചിന്തിച്ച് പത്രം നടത്താൻ മറ്റേയൊക്കെ പറഞ്ഞ് പോലെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മൾ ഈ നിരക്ക് പറഞ്ഞു കൊടുക്കാം, ആ നിരക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിന്തിക്കും. ഏതുപോലെ ഇപ്പൊ ഇന്നലെ ഒരു പത്രത്തിൽ 4 മിനിറ്റ് വ്യത്യാസമുണ്ട് മഗ്‌രിബ് ബാങ്ക്. ഒരു പത്രത്തിൽ, നമ്മളെ സുന്നി പത്രത്തിലല്ല, മറ്റൊരു വിഭാഗത്തിന്റെ പത്രത്തിൽ 4 മിനിറ്റ് അവർ വാങ്ങുകൊടുത്ത് 44 നമ്മളെ വാങ്ങും, 40 അവരെ വാങ്ങും. ഇപ്പോ 40 നമ്മൾ എന്ത് ചെയ്തു, നോമ്പ് തുറന്ന് ഓരോ വാങ്ങിട്ട് നിൽക്കാം. എന്നാൽ എന്താ കഴിയുക, 44 വരെ നീട്ടിയാൽ അവരെ വീക്ഷണത്തിൽ ഒരു പക്ഷെ അവർ പറയും കറാത്ത് എന്ന് പറയും, പിന്തിച്ചു എന്നല്ലേ. അതേ സമയത്തോ നേരത്തെ മുറിച്ച് അത് സമയം ഉമ്മാണ് മുറിച്ചറിയാൻ ആ നോമ്പ് ബാധ്യതയാണ്, നോമ്പ് കിട്ടാതെ വരികയാണ്. പരമാവധി നമ്മൾ കിട്ടിയാൽ ഒരു കറാത്ത് സമയമായിട്ട് പിന്നെ കാത്തുന്നുള്ള ഒരു കറാത്ത് ഉണ്ടാക്കാവില്ല. നമ്മളെ വീക്ഷണ പ്രകാരം സമയമായിട്ട് പിന്നെ ഇങ്ങനെ കാത്തിക്കാന്നുള്ളതാണ് കറാത്തേക്ക്. സമയത്ത് പിന്നെ നോമ്പുറക്കാൻ നിൽക്കാൻ അത് പാടില്ല. സമയമായ സുന്നത്താണ്. അപ്പൊ ഒന്ന് പെൻഡിച്ച് 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ വാങ്ങാണ് ശരിയെന്ന് ബോധ്യപ്പെടണം. അവിടെ റിസൾട്ട് ഉണ്ടാവില്ല. അവിടെ എത്തിയ ശേഷം നമ്മൾ തിരിച്ചു വന്നിട്ട് ആൾക്കാർക്ക് ശരിക്കും നോമ്പ് കൊടുക്കാൻ കഴിയൂലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ആളോട് പറയാം, ഈ 44 നോമ്പ് തുറന്നാൽ ശരിയാവുന്നല്ലേ ഞങ്ങളുടെ അഭിപ്രായം, അതന്നെ ഞങ്ങളുടെ അഭിപ്രായം. അപ്പൊ രണ്ടുകൂടി ശരിയാന്ന് പറഞ്ഞാൽ ഇത് ചെയ്യില്ല നമുക്ക് നല്ലത് എന്ന് പറഞ്ഞ് ബുദ്ധിപരമായി സംസാരിച്ചാൽ ഒരു വിധം മറ്റേ വിധേയത്തെ തലയിൽ കയറാത്തവരൊക്കെ സമ്മതിച്ചു വരും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അത്താഴ സമയത്തും അങ്ങനെ ഉണ്ടോന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഉണ്ടാവാൻ സാധ്യത ഏറെ.
അവര് നമ്മൾ വാങ്ങി കൊടുത്ത് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ ശേഷം പല കൊണ്ടും കൊടുക്കല് ഈ കൊല്ലം അങ്ങനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇതിന്റെ റിസൾട്ട് അറിയിൽ പോയതിന് ശേഷം ആയതുകൊണ്ട് നമുക്ക് തിരുത്താൻ സമയം കിട്ടൂല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും നോമ്പ് തുറക്കുന്നതും നോമ്പ് നോൽക്കുന്നതും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ സ്വതക്ക ചെയ്യാന്ന് നമുക്ക് ഞാൻ പറഞ്ഞു, സ്പേസിൽ ആ ഫണ്ട് നടക്കുന്നതിന് നമ്മൾ കഴിയുന്ന പരമാവധി ചെയ്യണം. പിന്നെ മറ്റൊന്ന് എഴുത്തിക്കാവ് ജൽസ എന്ന് പറയുമ്പോൾ പള്ളിണ്ടായ ഇവിടെ നടക്കുന്ന സംഭവമാണ്. അവസാനത്തെ 10-22 രാവിലെ വലിയ ചടങ്ങുകളായി ഇവിടെ നടക്കാറുള്ളത്. അതിനുശേഷമാണ് അവൻ മഴദിന് വരെ, മഴദിന് ശേഷം വന്നതും അവിടുത്തെ പള്ളിയൊക്കെ ശേഷം എല്ലാ സ്ഥലത്തും, ഇപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നില്ല, വളരെ സന്തോഷം തന്നെ. അപ്പൊ നമ്മൾ നമ്മുടെ പള്ളിയിൽ എത്തുക എന്നുള്ളത് അത് നമ്മളുടെ ചില ജലോട്ട് വേണം. നമ്മളെ പള്ളിയിൽ ജമാഅത്ത് ഇറക്കാൻ ഞാൻ ഉത്തരവാദിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിൽ എത്താൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ പള്ളിയിൽ നടക്കുന്ന ജുമയ്ക്ക് എത്താൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കണം. അത് ഞാൻ എത്താൻ എനിക്ക് കുറവാണ് വരുമോ എന്നിങ്ങനെ ഒരു പേടി നമുക്ക് വേണം. അപ്പൊ ജമാഅത്ത് പള്ളിയിൽ തന്നെ എത്തുക, കഴിക്കുന്ന പരമാവധി അതിന് ശ്രമിക്കണം. നമ്മൾക്ക് ചില വിഷയങ്ങൾ ഞാൻ അത് ബേജാറാണ്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ ഇത്തിക്കാഫിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുക. അതിപ്പോ ഈ യുദ്ധം ഇത്തിക്കാഫാണ്. ഇത്തിക്കാഫ് ഇരിക്കാൻ അതിന്റെ ഒരു ഭാഷാ പ്രയോഗമാണ്. ഇരിക്കാൻ നിന്നാലും കിടന്നാലും ഒക്കെ അനുകൂലിട്ടു. പള്ളിയിൽ കയറി ഉടനെ തന്നെ ഇത്തിക്കാഫ് പുറത്തും ഇത്തിക്കാഫ് നീയത്ത് പറ്റും. പള്ളി പുറത്തുള്ള സ്ഥലമാണ് അല്ലെ, കൂടിലോട്ട് അവിടെ പറ്റും. അപ്പോ ഇവിടെ വെച്ച് നമ്മള് അനാവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുമാണ്. ഇരിക്കാൻ പറ്റുന്ന പള്ളിയെ വഖഫ് ചെയ്ത സ്ഥലത്ത് അനാവശ്യ സംസാരങ്ങൾ കഴിവിന്റെ പരമാവധി നമ്മൾ ഉപേക്ഷിക്കുകയും വേണം. അങ്ങനെ ഇരിക്കാതിരിക്കുന്ന പരിപാടി നമ്മൾ ചെയ്യണം. പള്ളിയെല്ലാം വീട്ടിൽ പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെ നിസ്കരിക്കാനുള്ള ഒരു റൂം, ആ റൂമിൽ പള്ളിയായി വഖഫ് ചെയ്യാം. അങ്ങനെ വഖഫ് ചെയ്താൽ പെണ്ണുങ്ങൾക്ക് അവിടെ ഇരിക്കാതിരിക്കുന്ന കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് ശുദ്ധിയില്ലാത്ത സമയത്ത് അവർ പോയി കയറിയിരിക്കലൊക്കെ തെറ്റുമായി വരും, അത് കുറ്റായി വരും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പക്ഷെ നല്ലോണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം. കാരണം അത് നമ്മുടെ കാലം കഴിഞ്ഞാൽ പിന്നെ അത് എന്താവുന്നൊന്നും പറയാൻ പറ്റൂല. പരിപാലിക്കാൻ ആളുണ്ടാവും. പള്ളിയൊക്കെ പരിപാലിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് മൊത്തത്തിൽ പോകുന്നത്. ഇടിക്കലും പൊളിക്കലും തകർക്കലും നടന്നുകൊണ്ടേയിരിക്കാൻ എന്തൊക്കെ നടക്കുന്നറിയില്ല. അതുകൊണ്ട് വീട്ടിൽ അത് ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയും പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. മറ്റു എല്ലാ നന്മകളും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊന്ന് നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക. ആ വിഷയം പറഞ്ഞപ്പോ പിള്ളേർ നോമ്പുപ്പെടുത്തിയതുപോലെ അബൂബക്കർ അബ്ദുറഹ്മാൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന ആള് നമുക്ക് കാശ് തരാന്ന് പറഞ്ഞ് കുറച്ച് കാശ് എത്തിയിട്ടുണ്ട്. അപ്പൊ നോമ്പ് തുറക്കാൻ ആളുകൾ ഇവിടെ കൂടുക, അതിലേക്ക് വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കാം. തന്ന പൈസ കുറവുണ്ടെങ്കിൽ നമ്മളെപ്പുറത്ത് ഒരാൾ നോമ്പ് തുറന്നാൽ കിട്ടുന്ന ഗുണങ്ങൾ ഒരുപാട് ആൾ കൂടി തുറക്കും. നമ്മൾ കുറച്ച് ഈത്തപ്പഴമായി കൊടുത്തിട്ടുള്ളൂ, എന്നാലും അതിൻ്റെതായ പ്രതിഫലം കിട്ടുന്ന അതിൻ്റെതായ പ്രതിഫലം നമുക്ക് കിട്ടും. അപ്പൊ ആ വിഷയത്തിൽ ഒക്കെ എന്ത് ചെയ്യാം? സജീവമായ പങ്കാളിത്തം വേണം. വീട്ടിൽ നമ്മൾ നോമ്പ് തുറപ്പിക്കാം. വീട്ടിൽ അത് വലിയ സംഭവമാക്കി അങ്ങനത്തെ മാലിന്യങ്ങൾ കഥാക്കി ഒരു തറാവിസ്കരിക്കാൻ പറ്റാത്ത കോലത്തിലാക്കി അങ്ങനത്തെ തുറന്നൊന്നും വേണ്ട. നമ്മളെ വീട്ടിലേക്ക് നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലേക്ക് 1-2 ആൾ ക്ഷണിച്ചാൽ ഏറൂല. ഒരാൾ ക്ഷണിക്കുക, 2 ആൾ ക്ഷണിക്കുക, ആ ഉണ്ടായിരിക്കാൻ പറ്റും. വേറെ ഉണ്ടാണ് ഗ്ലാസ് ഒന്ന് വേറെ വേണ്ടി, പ്ലേറ്റ് ഒന്ന് വേറെ വേണ്ടിയിട്ടുള്ളൂ. അത് ഉണ്ടാവുകയില്ല. ആ ഉള്ള സാധനം മതി. അങ്ങനെ ക്ഷണിച്ച് നോമ്പ് തുറക്കാൻ കൂടുതലാണ് നോമ്പ് തുറപ്പിക്കുക. അതും നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് അവസാനത്തെ 10 ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. നോമ്പ് തുറപ്പിക്കലും ഇത്തിക്കാഫിരിക്കലും അങ്ങനെ വിഷയങ്ങളൊക്കെ അവസാനത്തെ 10 ഒന്നും കൂടി ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ നോമ്പ് തുറക്കേണ്ടത് അത് കാരക്ക ഉണ്ടാവണം. കാരക്ക 3 കാരക്ക ചീളല്ല, 3 കാരക്ക ഉണ്ടായിരിക്കണം. എന്ത് ചെയ്യേണ്ടത്? നോമ്പ് തുറക്കേണ്ടത് ഈത്തപ്പഴം, പിന്നെ ഈത്തപ്പഴല്ലെങ്കിൽ പിന്നെ കാരക്കല്ലെങ്കിൽ പിന്നെ വെള്ളം. ഇങ്ങനെ 3 ചാൻസുകളാണ് അതിന് കൊടുത്തത്. ഈത്തപ്പഴം, കാരക്ക, വെള്ളം. അത് ഏതാണെന്ന് വെച്ചാൽ അതുകൊണ്ട് നോമ്പ് തുറക്കണം ഏറ്റവും നല്ലത്. എല്ലാം 3 വെള്ളം കുടിക്കും, 3 മുറുക്ക് വെള്ളം കുടിക്കാം. ഈത്തപ്പഴം കൂടി തിന്നുമ്പോൾ 3 ഈത്തപ്പഴം തിന്ന ആ നിലക്ക് നോമ്പ് തുറക്കാം. നോമ്പ് തുറന്ന ഉടനെ എന്താ ചില്ല? അല്ലാഹുമ്മ ലക സുംതു വലാ റിസ്ക അബ്ദതു ദഹബ ദമ്മ മുബ്തലത്തിൽ റൂഹു വഖബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ലക സുംതു വലാ റിസ്ക അബ്ദതു, അത് നമ്മൾ കാണാൻ കിട്ടുമല്ലോ. അല്ലാഹുമ്മ ലക സുംതു വലാ റിസ്ക അബ്ദതു ദഹബ ദമ്മു വഖബതൽ റൂഹു വഖബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. പടച്ചോനെ, ഞാൻ നോമ്പ് നോറ്റു, നിന്റെ ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് തുറന്നു, എന്റെ ദാഹം പോയി, എന്റെ ഞരമ്പുകളൊക്കെ നനഞ്ഞു. വഖബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ എനിക്ക് കൂലി കിട്ടും. എല്ലാത്തിനും ഇൻഷാ അല്ലാഹ് പറയണം. ആ ഇൻഷാ അല്ലാഹ് ഇവിടെയും പറയണം.
കൂലി എന്തായാലും അള്ളാഹു തരും. അള്ളാഹു പ്രതിഫലം നൽകുമാറാവട്ടെ. ഇത്രയും കാര്യങ്ങൾ നോമ്പുകാരൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളാണ്. അപ്പൊ നോമ്പിന്റെ പകല് ഫുള്ള് ഇബാദത്ത്, നിർബന്ധമായ ഇബാദത്ത്. രാത്രിയിൽ 20 റക്അത്ത് തറാവീഹ്. ആ 20 റക്അത്ത് തറാവീഹ് കഴിവിന്റെ പരമാവധി ഒരു സാവകാശം നിസ്കരിക്കുന്ന രൂപത്തിൽ എല്ലാവരും അതിനെന്ത് ചെയ്യണം? ഒരു അനുകൂല പറ്റ സാവകാശമല്ല. എന്നാലോ 3 ദിക്റ് റുക്കൂഇലും സുജൂദിലും ഒക്കെ അടങ്ങി ഒതുങ്ങി ചെല്ലാൻ പറ്റുന്ന നിലക്കുള്ള സാവകാശം, ആ നിലക്ക് ചൊല്ലാനുള്ള സാവകാശത്തോടുള്ള നിസ്കാരമാണ് നമ്മൾ നടത്തേണ്ടത്. അത് നമ്മൾ ഇമാമുകൾ വിട്ടുകൊടുക്കുമാണ്. നമ്മൾക്ക് ഓരോരുത്തരും ഇങ്ങനെ ടി വി കേട്ടുമ്പോൾ അതിന് സ്പീഡ് കൂടും. അങ്ങനെ സ്പീഡ് കൂടുമ്പം ഈ പറഞ്ഞ ഫലങ്ങളൊന്നും കിട്ടൂല. ഒരുപാട് ഫലങ്ങൾ കിട്ടണമെങ്കിൽ കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യണം? ആ നിലക്ക് സാവകാശം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. 20 റക്അത്ത് തറാവീഹ് പതിവാക്കുക. പിന്നെ 3 റക്അത്ത് വിത്റാണ് നമ്മൾ പുറത്ത് നിസ്കരിക്കാറുള്ളത്. അതിനെ ആളെ കിട്ടുള്ളൂ. എന്റെ കൂട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ റമദാൻ മുതൽക്ക് നമുക്ക് 11 കൂട്ടത്തിൽ 3 ആയിക്കോട്ടെ 11 ചെയ്യാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചു നോക്കുക. 11 റക്അത്ത്. അങ്ങനെ 11 റമദാൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടരാൻ കഴിയണം. 11 റക്അത്ത് ഉള്ളാവട്ടങ്ങൾ പാപ്പ 11 റക്അത്ത് റമദാൻ അല്ലാത്ത സമയത്ത് 11 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. പറ്റക്കണ്ണിന്റെ ശല്യം നിൽക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ആ നിലക്ക് നിസ്കരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ അതേ ആ ഒരു ശീലം കാണിച്ച നേതാവാണ് നമ്മുടെ നേതാവ്. അപ്പൊ നമ്മള് പിന്നെ ഒന്ന് ചെയ്തു നോക്കുക, നടക്കുക നടക്കൂലേ. 3 5 ആക്കുക, 5 7 ആക്കുക, 7 9 ആക്കുക. അങ്ങനെ കയറി 11 എത്തിയാൽ 11 ഞാൻ എന്തായാലും ഇനി നിസ്കരിക്കുന്നത് തീരുമാനമെടുക്കുക. അതൊരു പക്ഷേ ഇശാ നിസ്കരിച്ച് ഉടനെ തന്നെ നടന്നേക്കാം. അല്ലെങ്കിൽ അത് നന്നായിട്ട് ബേക്കിലേക്കാക്കി രാത്രി ഒരു 4 മണിക്ക് എഴുന്നേറ്റാൽ നമുക്ക് തഹജ്ജുദും വിത്റും ഒപ്പം നിസ്കരിക്കാൻ കഴിയും. അവസാന നിസ്കാരം ഒക്കെ ഔദ്യോഗിക ഇത്രാവുകയും ആ കൂലികളൊക്കെ കിട്ടും. പിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ലത് ഒന്നായിട്ട് പിന്തിക്കലാണ്. ഒന്നായിട്ട് പിന്തിക്കുക എന്ന് വെച്ചാൽ 11 ബേക്കിലേക്ക് പിന്തിക്കുക. പിന്നെപ്പോ നമുക്ക് ജമാഅത്ത് കിട്ടാൻ വേണ്ടി ആദ്യത്തെ 2 റക്അത്ത് ഇമാമിന്റെ കൂടെ കൂടി പിന്നുള്ളത് ബാക്കിയുള്ളതൊക്കെ പിന്തിക്കുക. അങ്ങനെ പറ്റും. അല്ലെങ്കിൽ ആ 2 റക്അത്ത് നിസ്കരിച്ച് ഓരോ റക്അത്ത് നിസ്കരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 റക്അത്ത് വേറെ നിസ്കരിക്കാം. അങ്ങനെ കഴിയുന്നത് അപ്പം നിസ്കരിക്കുക, ബാക്കിയുള്ളത് അത്താഴ സമയത്തേക്ക് പിന്തിക്കുക. അങ്ങനെയും പറ്റും. ഏറ്റവും നല്ലത് എന്താണ്? ഒന്നായിട്ട് ആദ്യം നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒന്നായിട്ട് ബേക്കിലേക്ക് ആക്കി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ബേക്കിലേക്ക് ആക്കാൻ രണ്ടും ചെയ്ത് തെളിവുണ്ട്. രണ്ടും ചെയ്യാം. ഇനി ഈ പറഞ്ഞ 2 രൂപത്തിൽ മൗദിപ്പം നിസ്കരിച്ച് മൗദിപ്പം അത് കുഴപ്പമില്ല. എന്നാലും 11 റക്അത്ത് നിസ്കരിക്കാന്നുള്ളോട്ട് നമ്മൾ എത്തിക്കണം. ചിലപ്പോൾ ഒരു ലേശം ഉറപ്പ് വെച്ചിട്ടും അത് റമദാൻ അല്ലാത്തവർ നമ്മളൊന്ന് ശീലിച്ചാൽ അതിങ്ങനെ അടുക്കും. അതുപോലെ ളുഹാ നിസ്കാരം 2 റക്അത്താണ്. അത് നമ്മൾ രാവിലെ സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ സമയം തുടങ്ങും. ഏകദേശം ഒരു 12 മണി വരെ സമയമുണ്ട്, ഉച്ച വരെ സമയമുണ്ട്. ആ സമയത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു 8 റക്അത്ത് ളുഹാ നിസ്കാരം. അതിൽ ആദ്യത്തെ പക്ഷം പിന്നെ അങ്ങനെ ഓതി നിസ്കരിച്ച് അതിന് ശേഷം 2 റക്അത്ത് പതിവാക്കിയാൽ തന്നെ അല്ലാഹു സ്വർഗ്ഗത്തിൽ വീട് സ്വന്തം നിർമ്മിച്ചു തരുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമസ്കാരങ്ങൾക്ക് ശേഷം മുമ്പുള്ള നമ്മളെ പിന്നെ നോക്കലായ റവാത്തിബ് സുന്നത്ത് ഉണ്ടല്ലോ, ആ റവാത്തിബ് സുന്നത്ത് ഇവിടെ മുട്ടാനായില്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കില്ല. മുട്ടാനായിട്ടാണ് നിസ്കരിക്കും. ഈ മുട്ടിപ്പോയാൽ നമ്മൾ ജമാഅത്തിൽ കൂടുക. എന്നിട്ട് ളുഹറിന്റെ ശേഷം മുമ്പുള്ള ആ 4 റക്അത്ത്, ളുഹറിന്റെ ശേഷം 4 അങ്ങനെ 8 റക്അത്ത് നമ്മൾ ശേഷം നിസ്കരിക്കാൻ നിസ്കാരം കൂലിയും കിട്ടും. സമയം ഉണ്ടെങ്കിൽ മാത്രം നിസ്കരിക്കണം. അത് ഔകി ചെയ്യാന്നുള്ള അവസ്ഥയിൽ ചെയ്യാം. ആ നിലക്കല്ല ഞാനത് ചെയ്തിരിക്കും. അപ്പൊ ളുഹറിന്റെ മുമ്പുള്ള 4, ളുഹറിന്റെ ശേഷമുള്ള 4 ചെയ്തേ പറ്റൂ എന്നൊരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇമാമത്ത് ജമാഅത്തിൽ കൂടിയാലും അത് കഴിഞ്ഞതിന് ശേഷം മാറി അപ്പുറത്തുനിന്ന് എഴുതെങ്കിൽ ആ 4 റക്അത്ത് 8 റക്അത്ത് നിസ്കരിച്ചു. ആ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ മാറി കിട്ടിയാൽ അൽഹംദുലില്ല. ഇനി ആ 4 അങ്ങനെ പറ്റൂലെങ്കിലും മുഅക്കദായ 10 റക്അത്ത്, മുഅക്കദായ ളുഹറിന്റെ മുമ്പ് 2, ശേഷം 2, പിന്നെ മഗ്‌രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, സുബഹിന് മുമ്പ് 2. ഈ മുഅക്കദായ 10 റക്അത്ത്. ആ 10 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ സുബഹിൽ കാണാം. അതിനെ നിസ്കരിച്ചാൽ അത് പതിവായി നിസ്കരിക്കാം. ഇപ്പൊ ചില ആളുകള്
ചില ഉസ്താദുമാരൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ അവര് അത് കൃത്യമായി ചെയ്തിരിക്കും. കൂടുതലും ഉണ്ടാവില്ല, കുറവുണ്ടാവില്ല. അത് സ്ഥിരമായി ചെയ്യും. കൃത്യം 10:30 എന്ന് പറഞ്ഞാൽ 10:30 അവർ ഓർക്കും. 4 മണി 4 മണിക്ക് എഴുതും. അങ്ങനെ ചില ആളുകളെ കാണാം. അതവർക്ക് ആ നിലയ്ക്ക് കഴിയുള്ളൂ. ആ നിലയ്ക്ക് തന്നെ അവർ ചെയ്യും. ചില ആളുകൾ രാത്രി കുറേ ഉറപ്പിച്ച് കുറേ ബാധിക്കും. എന്നിട്ട് അവർ 4 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. അതിൽ അവർക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേക കഴിവാണ്. അപ്പൊ ഇങ്ങനെ കഴിവിന്റെ പരമാവധി ഈ റമദാനിൽ ഇതിപ്പോ നമുക്ക് കിട്ടി. നമ്മളെ കൂടെ നിസ്കരിക്കാൻ കഴിയാതെ മരണപ്പെട്ടുള്ള ഒരുപാട് ആൾ ഈ അടുത്ത് മരിച്ച നമ്മുടെ കൂട്ടുകാരിൽ നമ്മൾ ബന്ധപ്പെട്ടവരില്ലേ, അവർക്ക് കഴിഞ്ഞില്ല, അവർക്കത് കിട്ടിയില്ല. അടുത്ത റമദാനെ കുറിച്ച് നാളെ തന്നെ കിട്ടുമെന്നും പറയാൻ പറ്റൂല, കിട്ടിയെങ്കിൽ അൽഹംദുലില്ല. അപ്പൊ ഇത് എന്റെ അവസാനത്തെ റമദാനിലെ നിസ്കാരാണിത് എന്ന് ചിന്തിച്ച് ഏതൊരു ഇബാദത്തും ആ തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ ആ ചെയ്യുന്ന ഇബാദത്ത് ഒന്ന് ഉഷാറാക്കാൻ കഴിയും, ഒന്ന് നന്നാക്കാൻ കഴിയും. ഒന്ന് ആത്മാർത്ഥമായി ഒറ്റക്ക് നിസ്കരിക്കല്ലേ റവാത്തിബൊക്കെ, ആ റവാത്തിബ് അതിന്റെ സുന്നത്തുകൾ പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ വജ്ജത്ത് ഓതണം, ഫാത്തിഹ ഓതണം, സൂറത്ത് ഓതണം. നമുക്ക് പ്രത്യേകം നിർദ്ദേശിക്കപ്പെടാത്ത സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഏത് സൂറത്ത് ഓതണം. ഒന്നാമത്തെ റക്അത്തിൽ വലിയ സൂറത്ത്, രണ്ടാമത്തെ ചെറിയത് ഓതണം. എന്നിട്ട് അത്തഹിയ്യാത്ത് ഓതുന്നിടത്ത് നമുക്ക് ഇപ്പൊക്കെ കൃഷിണ്ടായിരുന്നു. അത്തഹിയ്യാത്ത് ഓതുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പെട്ടെന്ന് സലാം കൊടുക്കും. അതിന് പകരം ആ അത്തഹിയ്യാത്ത് പൂർണ്ണമായി ഓതിയിട്ട് സലാം കൊടുക്കണം. ആ അത്തഹിയ്യാത്ത് റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ച എല്ലാ നിസ്കാരത്തിലും എത്ര തിരക്കുണ്ടെങ്കിലും ഈ അവസാനത്തെ നരകത്തിൽ കാബൽ ചോദിക്കാതെ ഒരൊറ്റ നിസ്കാരത്തിൽ റസൂലുള്ളാഹി സലാം കിട്ടിയിട്ടില്ല. ഒറ്റ നിസ്കാരം സലാം കിട്ടിയിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ അത്തഹിയ്യാത്ത് ഓതിയിട്ടുണ്ട്. നമ്മൾ ഈ മസല പഠിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകണം. അതിന് പകരം ആ ചെയ്യും നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കല്ലേ, അതുകൊണ്ട് നേരെ മുന്നിലെ പ്രശ്നമില്ലല്ലോ. പല ചിന്തി അപ്പോഴാണ് വരിക, നിൽക്കുമ്പോഴാണ് വരിക, അത് ചെയ്യാത്ത മറന്നോ വിഷയങ്ങളൊക്കെ വരില്ല. അങ്ങനെ പെട്ടെന്ന് സലാം നീച്ചു വരും. നീച്ചു പോയാൽ നമ്മൾ നേരത്തെ സ്നാനത്തിൽ ഓർക്കുന്ന കാര്യം മറന്നുകയും ചെയ്യും. ഇതാ നമ്മളൊക്കെ അവസ്ഥകൾ. അള്ളാഹു നമുക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിച്ച് പെരുമാറാവട്ടെ. ഇതാരാണ് പിശാച് നമ്മളെ പിന്നാലെ കൂടിയിട്ട് ചെയ്യുന്ന ഇബാദത്തുകൾ തകരാറാക്കാൻ വേണ്ടി ബാക്കിൽ കൂടാണ്. അപ്പൊ അതുകൊണ്ട് ആ സുന്നത്ത് നിസ്കാരങ്ങൾ കഴിവിന്റെ പരമാവധി എല്ലാ സുന്നത്തും എടുത്തുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ നമ്മൾ നിസ്കാരം കഴിയുള്ളൂ. അസറിന്റെ സുന്നത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞോണമെന്നില്ല, അസറിന് നിസ്കരിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. ഇതിന്റെ അവസാന നിസ്കാരം ചിന്തിച്ചുകൊണ്ട് ആ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം പൂർണ്ണമായി നന്നാക്കിയെടുക്കാൻ കഴിയും. ഇങ്ങനെ ഓരോ ഭാഗത്തും അങ്ങനെ ഖുർആൻ ഓതുമ്പോൾ എനിക്ക് ഓതാൻ കഴിയില്ല, എനിക്ക് നോൻപൊടുക്കാൻ കഴിയില്ല. ഇങ്ങനെ ഓരോ ചെയ്യുമ്പോൾ ഇതിന്റെ അവസാനത്തെ ചിന്തിച്ചുകൊണ്ട് ചെയ്യണം റസൂൽ പറഞ്ഞതാണ്. അതുപോലെ ഒരു വർത്താനം പറയുന്നത് തന്നെ നിങ്ങളൊരു ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ഇത് ഇതിന്റെ അവസാനത്തെ സംസാരമാണ്. ഈ സംസാരം എന്തായിരിക്കണം? ഗുണമുള്ളതാവണം. ഒരാൾക്ക് വിഷമുണ്ടാക്കരുത്. സമൂഹത്തിനും സമുദായത്തിനും ദീനിനും ഉപകരിക്കുന്നത് പറയാവൂ എന്ന് ചിന്തിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്ത് ചിന്തിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ? നിങ്ങളൊരു കലാം ഒരു വർത്താനം പറയുകയാണെങ്കിൽ ആ തരം ചിന്തിച്ചുകൊണ്ട് പറയണം. ഒരു ഇബാദത്ത് ചെയ്യുകയാണെങ്കിലോ ഇതെന്റെ അവസാനത്തെ ഇബാദത്താണെങ്കിൽ നടക്കൂല എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യണം. ഇത് മരണത്തിലേക്ക് എപ്പോൾ തയ്യാറായി നിൽക്കുക, തയ്യാറായി നിന്നുകൊണ്ടുള്ള ഇബാദത്ത് അത് അല്ലാഹു സ്വീകരിക്കും. ആ തരത്തിൽ സ്വീകരിക്കുന്ന തരത്തിലുള്ള ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വുദൂഇലും ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ ശ്രദ്ധിക്കണം. വുദൂഇലിപ്പോ ഇവിടെ കിബിലക്ക് മുന്നിട്ടുകൊണ്ട് വുദൂ എടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യം അവിടെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരും ആ കാര്യം കയറി അവിടെ തന്നെ നാട്ടിൽ പറയില്ല. ഇങ്ങനെ മൊത്തത്തിൽ പറയാം. ആ കയറി ഇവിടെ ഈ 4 ടേപ്പ് ഉണ്ടെങ്കിൽ ആ 4 ടേപ്പ് അവിടെ ഒഴിവുണ്ടെങ്കിൽ അവിടെ ഉണ്ട്. ഞാൻ മറ്റേ വുദൂഇട്ട് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് പോലെ അത് കഴിഞ്ഞാൽ എനിക്ക് കിബിലക്ക് മുന്നിട്ട കൂലി കിട്ടുമല്ലോ, അത് കിട്ടണം എന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങനത്തെ ചെയ്താൽ അതിന് വല്ലാത്തൊരു കൂലിയാണ്. അത് വല്ലാത്തൊരു കൂലിയാണ്. കഴിവിന്റെ കിബിലക്ക് മുന്നിട്ട് വുദൂഇക്കാൻ വേണ്ടി ശ്രമിക്കുക. വുദൂഇ ചെയ്യേണ്ട മുഴുവൻ സുന്നത്തുകൾ നമുക്ക് ചെയ്യാം. എല്ലാ സുന്നത്തുകളും ചെയ്യും, പഠിച്ച സുന്നത്തുകളൊക്കെ. അതിന് ശേഷം പറഞ്ഞ ദുആ ഈ പറഞ്ഞ ഞാൻ തന്നെ ചെയ്യലില്ല, നമ്മൾക്ക് നടന്നുകൊണ്ട് ചെയ്യുകൊണ്ട് എടുപ്പാണ്. കൈ ഒഴിവില്ല, കൈകളെ പൊന്തിച്ചാൽ 2 മിനിറ്റ് 1 മിനിറ്റ് അവിടെ നിൽക്കാൻ ഒഴിവില്ല. അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം. ഇതാണ് കിബിലക്ക് മുന്നിടണം, കൈ രണ്ടും ഉയർത്താം, പിന്നെ കിബിലയിലേക്ക് മുന്നിട്ടുണ്ടായിരുന്ന ദ്വാരത്തൊക്കെ പഠിച്ചു. പക്ഷേ ആ സംഗതി ഒന്നും ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് സുന്നത്ത് വുദൂഇന്റെ പൂർണ്ണമായ സുന്നത്തുകളൊക്കെ പാലിച്ച് നമ്മൾ ഓതാൻ തന്നെ വുദൂ എടുക്കണം. പരിശുദ്ധ ഖുർആനെ കുറിച്ച് പറയാണ്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് സാക്ഷി നിൽക്കുന്നതാണ്.
ഖുർആൻ ഓതിയാൽ വലിയ മഹത്വങ്ങൾ പറയും, ഒരുപാട് മഹത്വത്ത് പറഞ്ഞാൽ തീരൂല. ആ മഹത്വങ്ങൾ നേടണമെങ്കിൽ ഖുർആൻ വേഗം മറക്കുന്ന ഒരു സംഗതിയാണ്. ഖുർആൻ പെട്ടെന്ന് മറക്കുന്ന സംഗതിയാണ്. രാഷ്ട്രീയ ആരെങ്കിലും കൂടെ ഓതുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ പൂർണ്ണമായി കിട്ടുള്ളൂ. അതേ സമയത്ത് ഇടയ്ക്ക് വഴി നിന്ന് തെറ്റിപ്പോകും. അപ്പൊ നമ്മൾ പഠിച്ച സൂറത്തുകൾ എല്ലാ നിസ്കാരങ്ങളിലും ഓതാൻ വേണ്ടി ശ്രമിക്കും. എന്നും ഉൾക്കൊള്ളാവുന്നതും ആ ചെറിയ 2 സൂറത്തും പിന്നെ അഴുക്കില്ലാത്തൊരു മോദി പതിവായതും അതിന്റെ വേഗം വരികയാണ്, വേഗം വെക്കാതാണ്. അതേ സമയത്ത് അതിന് അപ്പുറത്തും പുറത്തും സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട്, അതിന് കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇടയ്ക്ക് മാറ്റി വരാൻ മറക്കില്ല. ഞാൻ പഠിച്ച് മറക്കൽ വലിയ തെറ്റാണ്. അപ്പൊ ആ തെറ്റ് കിട്ടാതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മളത് ഓതണം. അങ്ങനെ ഖുർആൻ ഓതുമ്പോ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത്. ഖുർആൻ ഓതുമ്പോ അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ യാസീനൊക്കെ ഓതുമ്പോ അതിൽ ശ്രദ്ധിക്കേണ്ട 4 സ്ഥലത്താണ് സക്കത്തുള്ളത്. സക്കത്ത് എന്ന് പറഞ്ഞാല് ശബ്ദം മുറിച്ച് ശ്വാസം വിടാതെ അടങ്ങാം, ശബ്ദം മുറിക്കാം, ശ്വാസം വിടുകയെ കുറച്ച് വിടാതെക്കണേന്ന് സക്കത്താന്ന് പറയാം. ആ സക്കത്ത് ചുണ്ടത്തുള്ള 4 സ്ഥലങ്ങളുണ്ട്. ഒന്ന് പിന്നെ അൽഗഫിലാണ്, ഇബജ ഖയ്യിമ. ഇബജൻ ഖയ്യിമ തോന്നുന്നു കേൾക്കാം. അതുപോലെ അവിടെ നിർത്താതെ അങ്ങനെ മണിച്ചോണ്ട് തോന്നുന്നു കേൾക്കാം. നിർത്തിയാണ്ട് പിന്നെ മറ്റൊരു എടുത്തു തോന്നുന്നു കേൾക്കാം. അപ്പൊ അവിടെ ഓതന്റെ ഇബജ ഖയ്യിമ, ഇബജ ഖയ്യിമ. അവിടെ നിർത്തി ശ്വാസം വിട്ടതില്ല. ആ നിലക്ക് നിർത്തൽ ചുണ്ടത്തുള്ള സ്ഥലമാണ് അവിടെ. അതുപോലെ മിമ്മഖ്തദിന ഹാദ, അവിടെ യാസീൻ മിമ്മഖ്തദിന ഹാദ തോന്നുന്നു കേൾക്കാം. എന്നെ പോലത്തെ ഞാൻ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഓതലല്ല വേണ്ടത്. അവിടെ മിമ്മഖ്തദിന ഹാദ അവിടെ നിർത്തി ശ്വാസം വിടാതെ നിർത്തിയിട്ട് ശേഷമുള്ളത് ഓതണം. ഖല്ലാബൽ റാന, ഖല്ലാബൽ റാന, ബൽ റാന എന്നതിന്റെ ഇടയിലും ഒന്ന് അടങ്ങലുന്നുണ്ട്, സുന്നത്തുണ്ട്, അടങ്ങിയിട്ടാണ് ഓതേണ്ടത്. പിന്നെ വഖീല മൻ റാഖ്, മൻ റാഖ്. ഈ 4 സ്ഥലങ്ങളിൽ വേറെയും ചില സ്ഥലത്ത് ഉണ്ട് എന്ന് അഭിപ്രായങ്ങൾ കാണും, ഖുർആൻ സീന് കാണും. പക്ഷെ പ്രബലമായി വന്നത് ഈ 4 സ്ഥലങ്ങളിലാണ്. ഈ 4 സ്ഥലങ്ങളിൽ നമ്മൾ പിന്നെ ശബ്ദം മുറിച്ച് ശ്വാസം വിടാതെ അടങ്ങി ഓതലാണ് ഖുർആനുള്ള മര്യാദ നമ്മളോട് കാണിക്കേണ്ടത്. പിന്നീട് നീട്ടേണ്ട സ്ഥലത്ത് നീട്ടണം, നീട്ടാൻ പറ്റാത്തോട് നീട്ടേണ്ടതില്ല. അതുകൊണ്ട് മണിക്കേണ്ട സ്ഥലത്ത് മണിക്കണം. ഇങ്ങനെ തുടങ്ങിയ നിയമങ്ങൾ പാലിച്ചത്, അത് പാലിച്ചാൽ തന്നെ അതിന്റെ ഇഫ്ഫാവും ഇഖ്തിലാബും പിന്നെ ഇദാമിയുണ്ടെയും ഇദാമിലാവുണ്ടെയും ഇത് ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ ശരിയാവും. പിന്നെ സൗണ്ട് അത് അല്ലാഹു തആല തന്നെങ്കിലും ശരിയാവുള്ളൂ. രാഗം അത് മറ്റുള്ള നേടിയെടുക്കണം. ഇങ്ങനെ ആ രാഗം സൗണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു പ്രത്യേക കഴിവാണ്, അതെല്ലാം കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ ഈ നിയമം പാലിച്ചുകൊണ്ട് ഓതിയാൽ തന്നെ ഓത്ത് ഒരു പരിധി വരെ കേൾക്കാൻ രസകരമായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഓത്ത് നമുക്ക് സാക്ഷി നിൽക്കണം. സാക്ഷി നിൽക്കണമെങ്കിൽ അത് നമുക്ക് സാക്ഷി നിൽക്കാൻ നല്ല ഓതികൾ സാക്ഷിക്കൊള്ളും. എത്ര ഓത്തുകാരുണ്ട് ഖുർആൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അപ്പൊ അതായത് പരിശുദ്ധ ഖുർആൻ കഴിവിന്റെ പരമാവധി ഓതി തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഓതാൻ കഴിയാത്തവരും എന്താ ചെയ്യാം? കിട്ടുന്ന സൂറത്തുകൾ ആവർത്തിച്ചു തന്നെ ചിലപ്പോൾ ഓതാൻ കഴിയില്ല. എന്നെ നോക്കിയാൽ ഓതാൻ കഴിയാത്ത പ്രായമുണ്ടല്ലോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്ന സൂറത്ത് യാസീൻ, അതുപോലെ സൂറത്തുൽ മുൽക്ക്, അങ്ങനെ കിട്ടുന്ന സൂറത്തുകൾ അത് ആവർത്തിച്ച് അങ്ങനെ ഓതി തന്നെ. ഇനി പഠിച്ചുണ്ടാക്കി ഓതാൻ നമുക്ക് കഴിയില്ല എന്ന് തോന്നിയാൽ പിന്നെ ചെയ്യാനുള്ളത് കിട്ടുന്നത് ആവർത്തിച്ച് ഓതല്ല. അങ്ങനെ ഓതി പരിശുദ്ധ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം. നോമ്പ് നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം. ആ നിലയ്ക്ക് പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായി നിന്ന് നാളെ സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടി നമുക്ക് കടക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞു തരും. കണ്ണിന് മരുന്ന് വെച്ചിക്കാം. പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഏത് ഇഞ്ചക്ഷൻ? ഇതൊക്കെ പകല് ചെയ്യാതിരിക്കലാണ് നല്ലത് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. പകല് ചെയ്യാതിരിക്ക ഉള്ളിലൂടെ അങ്ങോട്ട് കേറുന്ന അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് ആ നിലക്ക് പറയാൻ കാരണം. ഇഞ്ചക്ഷൻ വെക്കുമ്പോ ഇഞ്ചക്ഷനോട് നോമ്പ് വീരാണ്, പക്ഷെ പകല് ചെയ്യാതിരിക്കലാണ് നല്ലത്. ഉള്ള് എന്ന സ്ഥലം
തുറക്കപ്പെട്ട ദ്വാരങ്ങളിൽ കൂടെ വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു അതല്ലേ? അപ്പൊ ഈ കണ്ണ് തുറക്കപ്പെട്ട ദ്വാരങ്ങളില്ല, അയാളെ കണ്ണ് തുറക്കപ്പെട്ട അതുകൊണ്ടാണ് പകല് ചെയ്യാതിരിക്കലാണ് നല്ലതെന്ന് പറയാൻ കാരണം. അതല്ലേ മനസ്സിലാക്കി? അതായത് മൂക്ക്, വായ, ചെവി, രണ്ട് വലിയ അവയവങ്ങൾ, ഇതിലൂടെ വല്ലതും ഉള്ളിലേക്ക് കയറിയാൽ നോമ്പ് മുറിയും, അതിലൊരു സംശയമില്ല. പക്ഷെ അത് കണ്ണിൽ മരുന്നിപ്പിച്ചിട്ട് അവിടെ നോമ്പ് മുറിയില്ല. പക്ഷെ എന്നാലും കൊള്ളക്ക് വന്ന കുത്തുക്കി വെച്ചാൽ മതി. എന്നാലും കഴിവിന്റെ പരമാവധി രാത്രി ചെയ്യാൻ പറ്റുന്ന ചികിത്സയാണ് രാത്രി തന്നെ ചെയ്യണം. അത് പകലത്തെ നീട്ടിയേക്കണ്ട. നമ്മൾ ദുഷ്കന്ധ വരും, സൂക്ഷ്മത, വറഴ് ഏറ്റവും നല്ലത് അതാണ്. പൊക്കം തോന്നുന്നുണ്ടല്ലോ, ഒരുപാട് ചോദിച്ചാണ്, ഇങ്ങനെ ചോദിച്ചാണ്. അല്ല, ഈ അത്യാവശ്യ സമയത്ത് ഇഞ്ചക്ഷനൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ പകൽ ഒഴിവാക്കാനാണ് നല്ലത്. പക്ഷെ ഡോക്ടർ നിർദ്ദേശിച്ച് രാവിലെ ഉച്ചക്കും വൈകുന്നേരവും മൊത്തത്തിൽ വെക്കണം എന്നുള്ള നിബന്ധനയുണ്ടെങ്കിലോ? ഞാൻ മനസ്സിലാക്കിയത് ആ ഇഞ്ചക്ഷൻ വെക്കാൻ നിങ്ങൾക്ക് ശാരീരികമായ പ്രശ്നം വരുമെന്ന്. എന്നാൽ ഇഞ്ചക്ഷൻ വെക്കല്ല, പ്രശ്നം വരില്ല. പക്ഷെ അത് ഗ്ലൂക്കോസ് അങ്ങനല്ല, കേറാണ്. കേരളമാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയാ, ഒരാശ്വാസത്തിന് വേണ്ടി ചെയ്യണം. എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച ഇങ്ങനെ തുടങ്ങാൻ അഭിപ്രായം. ക്ലാസ് ജൗഹരി ഉണ്ടോ? ആള് ഉള്ളത് മതി. എല്ലാവരും എന്റെ ഒന്ന് മനസ്സിലായി, ഒറ്റ സംഗതി മനസ്സിലായി കിട്ടിയാൽ മതി. പറഞ്ഞവനും രക്ഷപ്പെട്ടു, കേട്ടവനും രക്ഷപ്പെട്ടു. അത് നമ്മൾ അതിനൊക്കെ രക്ഷപ്പെട്ടു. ഒറ്റ മുത്തരവിശ്വ തങ്ങളോട് വർദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ ഒറ്റ സംഗതി അറിവ് മാത്രമാണ്, ബാക്കിയുള്ള ഒന്നുമില്ലല്ലോ. അപ്പൊ അറിവ് കഴിവിന്റെ പരമാവധി നമ്മൾ ശേഖരിക്കണം. നമ്മുടെ ഇബാദത്തിൽ വരുന്ന തെറ്റ് പോരായ്മകൾ അത് പരിഹരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മളെങ്ങനെ ആഗ്രഹിച്ചാൽ പോയാൽ പോരാ, നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് ശരിയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതിലുള്ള സംശയങ്ങൾ തീർക്കുകയും വേണം. കഴിവിന്റെ പരമാവധി നമ്മൾ അറിയാത്തത് ചോദിച്ചു പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുദ്ദുമായി ബന്ധപ്പെട്ട് സഹോദരിമാരോട് പ്രത്യേകം പറയാനുള്ളത്, പലപ്പോഴും നോമ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് നിങ്ങൾ എന്ന നിലക്ക് കഴിഞ്ഞ റമദാനിന് നോമ്പ് വല്ലതും ആ പേരിൽ നഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അതൊരു കാരണമാണ്. ആ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടതാണെങ്കിൽ ഈ റമദാനിന്റെ മുമ്പ് എപ്പോഴും അത് ഖളാ വീട്ടാൻ പറ്റും, ഖളാ വീട്ടണം. അങ്ങനത്തെ കാരണമൊന്നുമില്ലാതെ നോമ്പ് മുറിക്കാൻ പറ്റുന്ന കാരണമൊന്നുമില്ലാതെ നോമ്പ് നഷ്ടപ്പെട്ടതാണെങ്കിൽ ഈ റമദാൻ വരെ കാത്തു നിൽക്കാതെ എന്ത് ചെയ്യണം, അത് ഖളാ വീട്ടണം. പെട്ടെന്ന് ഖളാ വീട്ടണം എന്നാണ്, നീട്ടിയേക്കാൻ പറ്റൂല. ഖളാ വീട്ടാൻ പറ്റുന്നൊരു സാഹചര്യം കിട്ടിയിട്ട് ഖളാ വീട്ടാതെ മരിച്ചാൽ അവൻ കുറ്റക്കാരനാണ്. അപ്പൊ പെരുന്നാളിന്റെ അന്ന് അല്ലെ പെരുന്നാളിന്റെ പിറ്റേന്ന് അല്ലെ പെരുന്നാളിന്റെ അന്ന് മുമ്പ് മരിച്ചു വെക്കാം, ഓൻ നോമ്പ് ഖളാ വീട്ടാൻ കൊടുക്കും. എന്തിന് നോമ്പ് ഖളാ വീട്ടാൻ സമയം കിട്ടില്ല. പെരുന്നാളിന്റെ നോമ്പ് വെക്കാൻ പറ്റില്ലല്ലോ. പെരുന്നാളിന്റെ പിറ്റേന്നപ്പോൾ നമ്മൾ ആറോൽ കൊടുക്കാം, ആ ആറോലിന്റെ കൊടുത്ത് നോറ്റാൽ മതി. അപ്പൊ പെരുന്നാളിനൊന്നും മരിച്ചു പോയാൽ അവൻ കുറ്റക്കാരനല്ല. എന്താ കാരണം? അവൻ നോമ്പ് നോറ്റു കിട്ടാൻ പറ്റിയ സമയം കിട്ടില്ല എന്നുള്ളതാണ് കാരണം. അതേ സമയത്ത് ആറോൽമിന്റെ സമയം കഴിഞ്ഞു, ആറോൽമ നോറ്റിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് ഇത് നിയന്ത്രിച്ചില്ല. ഇത് നിയന്ത്രിച്ചാൽ മറ്റു കുട്ടി, ഇത് നിയന്ത്രിച്ചെങ്കിൽ അത് വീടുകയും, പക്ഷെ അത് നിയന്ത്രി വെക്കാതെ 7ാമത്തെ ദിവസം മരിച്ചുപോയി. എന്നാൽ അവൻ എന്താവും? കുറ്റക്കാരനാവും, മുമ്പ് നോറ്റ് വീട്ടില്ല എന്നതിന്റെ പേരിൽ.
അപ്പോ ഒരു റമദാന്റെ മുമ്പ് ഖളാ വീട്ടാതെ ആയാൽ പിന്നെ ഇനിയിപ്പോ കഴിഞ്ഞ റമദാൻ നഷ്ടപ്പെട്ടത് ഇപ്പൊ ഇനി നമ്മൾ ഖളാ വീട്ടാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോ ഈ റമദാൻ കഴിയണം. അപ്പൊ ഈ റമദാൻ വന്നതോടുകൂടെ ആ നോമ്പ് ഖളാ വീട്ടും വേണം. അതിന് ഒരു മുത്ത് ഭക്ഷണം കൊടുക്കണം. ഒരു കൊല്ലം വഴിയേ 2 കൊല്ലം വഴിയാൽ മുത്ത് 2ആവും. 10 കൊല്ലം വഴിയാൽ മുത്ത് 10ആവും. 15-ാം വയസ്സിലാണ് അങ്ങനെ 10 നോമ്പ് ഖളാ ആയത്. ഇപ്പോ 60 വയസ്സായി. 60-ന് 15 കഴിച്ചാല് 45 മുത്ത് അവന്റെ തരും. ഒരു നോമ്പിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ 10 നോൽക്കുണ്ടെങ്കിൽ 10 45 450 മുത്ത് കൊടുക്കേണ്ടി വരും. കൊല്ലം 15 തക്കബൂർ അനുസരിച്ച് മുത്തും ഇങ്ങനെ വർദ്ധിച്ചു വരും. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ലാസ്റ്റ് ഒക്കെ കൊടുക്കാൻ കഴിയൂല. 100 കണക്കിന് അരി ഇറക്കേണ്ടി വരും. ഇത് മക്കളോട് കിട്ടൂല. കാരണം ഉള്ള 10 സെന്റ് വിട്ടാൽ വിറ്റാല് ഇത് കിട്ടാൻ കഴിയൂല. അപ്പൊ മക്കള് ശ്രദ്ധിക്കില്ല. അപ്പൊ ബാപ്പാരായ നമ്മളാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓർമ്മ ഉണ്ടാവും പെട്ടെന്ന്. ഓർമ്മയില്ലാതെ സ്വക്കായി കിടക്കുകയാണെങ്കിൽ ആ കാര്യം മക്കളെ വീട്ടിലേക്ക് വിടുള്ളൂ. അള്ളാഹു അള്ളാഹു താല അങ്ങനെ കടുത്ത് ശിക്ഷിക്കുന്ന നിയമം പറഞ്ഞേന്. നിയമതാണ് സ്വത്തുണ്ട്. ആ സ്വത്ത് ഇവന് കൊടുക്കാതെ അള്ളാഹു കൊടുക്കൂല. ആ സ്വത്തിന്റെ എന്തായാലും പിന്നെ ശ്രീകൊണ്ടാക്കി തരാൻ വിചാരിച്ചു. അതീ റമദാനൊക്കെ തരാണെങ്കിൽ അൽഹംദുലില്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. റൂം കിട്ടിയാല് ഒരു ഉസ്താദിന്റെ വാടക ഇതൊന്നും കിട്ടുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ കൂലി? ഞാൻ ഇന്നാൾ പറഞ്ഞപ്പോ സ്വതക്കന്റെ കൂലി അവിടെ പറഞ്ഞു കിട്ടുകയാണ്. 5 രൂപത്തിലാണ് സ്വതക്ക. അതായത് മുദ്ദ് കൊടുക്കാനുള്ള അള്ളാഹ് നിയമം വെച്ചിട്ട് ആ നിയമം പാലിച്ചിട്ട് അതിനുള്ള പോരായ്മകളെ അള്ളാഹു കൊടുക്കുള്ളൂ. അല്ല അള്ളാഹ് ഒരു നിയമം വെച്ചു. ഇപ്പൊ മുദ്ദ് കൊടുക്കണം, നോമ്പ് ഖളാ കൊടുക്കണം, മുദ്ദ് കൊടുക്കണം നിയമം വെച്ച് ഒരാള് മുദ്ദ് കൊടുക്കാതെ മരിച്ചാൽ ഓനെ കഴിച്ചിലാവുന്ന ആരും അങ്ങനെ കഴിച്ചിലാവില്ല. ഒരു നിലക്കും കഴിച്ചിലാവില്ല. നമ്മൾ കബന്ന് സൃഷ്ടിക്കപ്പെടും. മക്കളെ നേരത്തെ പറഞ്ഞല്ലോ, മക്കൾ കുട്ടടിച്ച് നടത്തുകയും ചെയ്യും. മക്കൾക്കൊരു ചിന്തിണ്ടാവില്ല. നമ്മൾ കബന്ന് സൃഷ്ടിക്കപ്പെടാണ്. ഇങ്ങോട്ട് വന്നുകൊണ്ട് വല്ലതും പറയാൻ കഴിയോ? ഒന്നും കഴിയൂല. നമ്മൾ ഒറ്റപ്പെട്ട് സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് ആ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അപ്പൊ കൊല്ലങ്ങൾ കഴിയുന്നതോറും മുദ്ദ് കൂടുമ്പോ നമുക്ക് കൊടുക്കാൻ കഴിയൂല. ഒരു കൊല്ലത്താണ് ഒരു മുദ്ദാണെങ്കിലും ഇപ്പൊ കൊടുക്കാൻ ഒരു മുദ്ദ ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചപ്പോ ഒരു മുദ്ദ ഉള്ളൂ, ഒരു മുദ്ദയുള്ളൂ, ഒരു മുദ്ദയുള്ളൂ. മുപ്പർക്ക് 3-4 മുദ്ദ സ്വായന കണക്കാൻ എടുത്തുള്ളൂ. മൂപ്പർക്ക് കൂടെയിട്ടുള്ളതാണ് ഒരു മുദ്ദയാണ് മൂപ്പർക്ക് വില നൽകുക. അതായത് കൊല്ലങ്ങൾ കഴിഞ്ഞാലോ, കൊല്ലങ്ങൾ കഴിയുമ്പോൾ 45 മുദ്ദ പറഞ്ഞില്ലേ. അങ്ങനെ 10 നോൽപ്പ്, 15-ാം വയസ്സിൽ 10 നോൽപ്പ്, 16-ാം വയസ്സിൽ 8 നോൽപ്പ്, 25-ാം വയസ്സിൽ 13 നോൽപ്പ്. ഇങ്ങനെ വ്യത്യസ്ത നിലയ്ക്ക് കള്ളായി പോയതുണ്ടെങ്കിൽ എത്ര ലോഡ് അരിയേണ്ടിയിരുന്നു? ഇത് നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വലിയ ഗൗരവമാണിത്. കൊടുത്തു വിട്ടാൻ കഴിയില്ല. നമ്മൾ കബറിൽ ശിക്ഷിക്കപ്പെടേണ്ടി വരും. അള്ളാഹു നമുക്ക് പൊറുത്തൊരുമാറാവട്ടെ. ദ്വാരക്ക, നന്നാക്കി ദ്വാരക്ക. അപ്പൊ ഈ വിഷയം നമ്മൾ മക്കളോട് പറയുമ്പോൾ എനിക്ക് ഇത്ര നോമ്പ് ബോധമുള്ള സമയത്തേ പറയാൻ പറ്റുള്ളൂ. ബോധമില്ലാതെ കിട്ടുമ്പോൾ പറയാൻ പറ്റൂലല്ലോ. അപ്പൊ സ്വതക്കന്റെ വിഷയത്തില് 5 രൂപത്തിലുണ്ട് ആചാരം. ഞാൻ ഇത് മുമ്പേ ഉള്ളതാണ്. നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി പറയാൻ വിചാരിച്ചിട്ടായി. പിന്നെ 5 കോലുണ്ട്. അതിൽ 5-ാമത്തെ കോലം, 4-ാമത്തെ കോലം മാതാപിതാക്കൾക്ക് സ്വതക്ക ചെയ്യുക. അതിന് 1,00,000 പ്രതിഫലമാണ്. ഒരു സ്വതക്ക കൊടുത്താൽ 1,00,000 പ്രതിഫലം. അപ്പം ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കണം. ഉമ്മക്കായിരുന്നു സ്വകാര്യം എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും. ആരെങ്കിലും വരുമ്പോൾ കൂട്ടാറൊക്കെ. പാപ്പക്കും ആവശ്യമുണ്ടാവും. അത് അതുകൊണ്ട് അറിയാതെ തന്നെ കൊടുക്കുക നല്ലത്. അങ്ങനെ കൊടുക്കുക. ഇനി മരിച്ചു പോയാലോ അവർക്ക് ഇതിന്റെ പ്രതിഫലം കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വതക്ക കൊടുക്കുക. മാതാപിതാക്കൾക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടി, ഇങ്ങനെ ഏത് സ്വതക്ക ചെയ്താലും 1,00,000 പ്രതിഫലം കിട്ടും. എന്നാൽ 9,00,000 പ്രതിഫലം കിട്ടുന്ന ഒരു സംഗതി ഏതാണെന്ന് വെച്ചാൽ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയം. അറിവിന്റെ വിഷയത്തിൽ ഒരു മുത്താലിമിനെ സഹായിച്ചു. ആ കിതാബ് അനുഭവം അതിന് എത്ര 9,00,000 പ്രതിഫലം കിട്ടും ഒരു സ്വതക്ക കൊടുത്താൽ. അപ്പോൾ അറിവ് നടത്തിയ വലിയൊരു സംഗതിയാണ്. അപ്പൊ നമ്മളെ ഈ സംഗതി മദ്രസയിലൊക്കെ നിലനിൽക്കാൻ ആവശ്യമായി നിങ്ങളൊരു റൂം തരികയാണെങ്കിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഓർമ്മ പറഞ്ഞത് അള്ളാഹു ഒപ്പിക്കട്ടെ. ഞാൻ ഓർക്കട്ടെ. ഇപ്പൊ പറഞ്ഞു ഓർക്കണ്ടോ? ഇപ്പൊ പറഞ്ഞ
ഈ റമദാനിൽ ഒരു 5 നോമ്പുകളായി ഞാൻ പെരുന്നാൾക്ക് മരിച്ചു ചെയ്യും. അപ്പം എൻ്റെ മക്കൾക്ക് ഉറപ്പാണ്, വാപ്പക്ക് 5 നോമ്പ് അതാണ്ട് മക്കൾക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ആ നോമ്പ് അതാ വീട്ടിൽ മക്കൾക്ക് ബാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ ആ ബാധ്യത അവർക്ക് കഴിയോ? നോമ്പിന്റെ വിഷയങ്ങളെ ബാധ്യത ഉള്ളതായിട്ട് ഞാൻ ആർജിച്ചില്ല. ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടില് മക്കൾക്ക് നല്ലത് തന്നെയാണെന്നുള്ള അതായത് പരിഗണിക്കണം. നല്ലത് വാപ്പൊക്കെ അങ്ങനെ 5 നോമ്പ് കിട്ടുന്നുണ്ടെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം, അത് നല്ല കൂട്ടാം, നല്ലതാണ്. ഒന്നുകൂടി പഠിച്ചാൽ അടുത്ത വിളിച്ചോളാം. ഈ നിർബന്ധമുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം. അജാക്കെന്തോ ചോദിച്ചല്ലോ. സംഖ്യ ഒന്നും പ്രാക്ടീസില്ല. ഇത് തിരക്കിൽ പെട്ടതാണ്. എൻ്റെ മകളിങ്ങനെ പ്രസവിക്കാൻ ഇന്നോ നാളെ വിചാരിച്ചിട്ടാണ്. ഇത് ജാതി ഒരു വേദനകളൊക്കെ ദ്വാരപ്പെടാം. ഇവിടെ സുബൈക്ക് ഇന്നലെ 8 മിനിറ്റ് വ്യത്യാസം. സുബൈക്ക് 8 മിനിറ്റ് വ്യത്യാസം. നമ്മളെ രീതിയിലൂടെ പോവാം. ഒച്ച കേൾക്കുമ്പോൾ തുറക്കാൻ നിൽക്കണ്ട. അതിലിപ്പോ ഈ സാഗരപുരാവിലുള്ള തുറക്കല് കൂടുമ്പോൾ നമ്മൾ കുടുങ്ങല്. അപ്പോൾ നമ്മൾ പിടിച്ചിക്കാൻ കഴിയും. ഒപ്പം 4 ആളുണ്ടെങ്കിൽ 3 ആൾ തുറന്നിട്ടുണ്ടാവും. നമ്മൾ ഒരാൾ മാത്രം ഞാൻ പിടിച്ചിരിക്കും. ഏതാപ്പോ വരപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതാ പല വർത്താൻ. ഇന്ന് രാവിലെ ഞങ്ങൾ പാക്കാൻ ഒരു പോത്ത് നേർച്ചയാണെന്ന് നോക്കി എപ്പോഴും പറയില്ല. പോത്തിന്റെ കൊമ്പിൽ 2 കളറാണ്. ഒന്ന് ചോപ്പും ഒന്ന് പച്ചയായി. അപ്പൊ എന്നെ കണ്ടതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും കളറാണല്ലോ. വേറെ അത് പറഞ്ഞത് ഒന്നുകൂടെ പച്ചണ്ട് നമ്മൾക്ക് കളറുണ്ടല്ലോ. പരിഹസിക്കാനോട് ചാൻസ് ഉണ്ടോ? ആ പോത്ത് ആട്ട പോത്ത് അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നോമ്പ് തുറക്കാനേ കുടുംബത്തിലൊക്കെ പല ജാതി ചിലപ്പോൾ ഉണ്ടാവും. അത് പ്രശ്നമില്ല. തുറക്കാൻ പോണോടത്ത് 4 ആള് ടേബിളിരിക്കാണ്. ആ കൂട്ടത്തിൽ നിങ്ങളുണ്ട്, 3 ആള് മറ്റേതുണ്ട്. നിങ്ങൾ ഈ വാല്യോട്ട് ഇങ്ങനെ നിൽക്കാണ്. നമ്മളെ വാങ്ങിയേക്കട്ടെ. മറ്റൊരു ചെയ്യും ആചാര്യം ഇറങ്ങിയെന്നതാണ്. ആയിക്കോട്ടെ, ഞാൻ അവിടെ ഇറങ്ങിയെന്നതാണ്. ഞാൻ ഇത് കേട്ട് തുറക്കോളൂ പറയാൻ കഴിയും. അത് പറയണം. അപ്പൊ കഴിച്ചിട്ടായി സാധനം. Alhamdulillah Rabbil Alamin hamdan yuwafi ni'amahu wa yukafi mazidah. Allahumma salli wa sallim ala rasulika sayyidina Muhammadin wa ala ali sayyidina Maulana Muhammad. റഹ്മാനായ പടച്ചറബ്ബേ, ഞങ്ങളെ എല്ലാ ഇബാദത്തുകളും കബൂലാക്കണമല്ലാ. അറിവ് തീരെ ഇല്ല. ചെയ്യുന്ന അമലുകൾക്ക് ഇഖ്ലാസ് വളരെ കുറവാണ്. പടച്ചറബ്ബേ, നാളെ പരലോകത്തെത്തുമ്പോൾ ഒന്നും ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ കൊടുത്തല്ല റഹ്മാനെ. ചെയ്യുന്ന എല്ലാ അമലുകളും അതിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നീ കബൂലാക്കണമല്ലാ. കൂടുതൽ പഠിക്കാൻ പറ്റുന്ന എല്ലാ വേദികളും ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾ കുടുംബങ്ങളിൽ നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. കുടുംബങ്ങളിൽ നീ ഐക്യം നൽകണം റഹ്മാനെ. സന്തോഷം നൽകണം അല്ലാഹ്. മരിച്ചുപോയ ഞങ്ങളെ എല്ലാവർക്കും മാതാവ് പിതാവ് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം അല്ലാഹ്. രോഗികളായി കിടക്കുന്നവർക്കൊക്കെ നീ ശിഫ നൽകണം റഹ്മാനെ. പടച്ചറബ്ബേ, പ്രസവവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന നമ്മുടെ മക്കൾ, വിദ്യാർത്ഥിനികൾ, ഭാര്യമാർ എല്ലാവർക്കും സുഖകരമായ പ്രസവം നീ നൽകണമെന്നോ ഒരു പ്രയാസവും നീ നൽകല്ല റഹ്മാനെ. പടച്ചറബ്ബേ, ഈ റമദാൻ പൂർണ്ണമായി നിനക്ക്
ഇബാദത്ത് ചെയ്തുകൊണ്ട് ധന്യമാക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങൾ അവസാനത്തെ റമദാനാക്കരുത് റഹ്മാനെ. ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാൻ, അതിൽ ഒരുപാട് അമലുകൾ ചെയ്യാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണം അല്ലാഹ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി നൽകണം റഹ്മാനെ. പടച്ചറബേ, മറ്റെന്ത് പ്രയാസങ്ങളുണ്ടോ എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണം അല്ലാഹ്. അവസാനം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗത്തിൽ നടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا صلى الله عليه وسلم.